പി ബിജു, ഈ കേസിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു പരാതിക്കാരിയില്ല, അല്ലെങ്കിൽ സ്ത്രീ ശബ്ദം പോലും ഈ വിഷയത്തിൽ വരുന്നില്ല. അത് ആവർത്തിച്ച് ശശീന്ദ്രൻ പറയുന്നു. പക്ഷേ ഒരു മന്ത്രി എന്ന നിലയിൽ നിയമങ്ങൾ പാലിക്കണമായിരുന്നു അദ്ദേഹത്തിന്. അത് പക്ഷേ ആ രീതിയിൽ അതിൻ്റെ ചില ധാർമ്മികതകൾ അദ്ദേഹം സൂക്ഷിക്കണമായിരുന്നു. അത് നമുക്ക് അംഗീകരിക്കാം. ഇവിടെ ഇപ്പോൾ നേരത്തെ ശ്രീ ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞതുപോലെ പഴയ കേസിന്റെ കാര്യത്തിലേക്ക് താങ്കൾ പറയുന്നു. അവിടെയൊക്കെ നോക്കുമ്പോൾ സരിത എന്ന സോളാർ കേസിൽ സരിത മുന്നോട്ട് വരികയാണ്. എന്നെ പീഡിപ്പിച്ചു, അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെ അപമര്യാദയെ പെരുമാറി, 164 സ്റ്റേറ്റ്മെന്റ് അടക്കം അവിടേക്ക് വരുന്നു. ഇതൊക്കെ നോക്കുമ്പോൾ ഒരു ധാർമ്മികതയുടെ തലം ശ്രീ ജ്യോതികുമാർ ചാമക്കാല വാദത്തിന് വേണ്ടി പറയുമ്പോഴും അതിലെ വൈരുദ്ധ്യം കാണേണ്ടതല്ലേ ശ്രീ പി ബിജു? രണ്ട് ഇഷ്യൂസാണ് ഉള്ളത്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞതുപോലെ UDF ചെയ്യാം, അതുകൊണ്ട് ഞങ്ങൾക്കും ചെയ്യാം എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. UDF നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് LDF സ്വീകരിക്കുന്നു. അത് തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയുടെ ഭാഗമായി പറഞ്ഞു. സ്ത്രീ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുമെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഇഷ്യൂസിനകത്ത് അവർക്ക് അനുകൂലമായിട്ടുള്ള സമീപനം സ്വീകരിക്കുക, അതിന് പ്രാധാന്യം നൽകുന്ന ഒരു നിലപാട് ഗവൺമെൻറ് സ്വീകരിച്ചു പോകുമെന്ന് പറഞ്ഞു. ഇവിടെ വന്നിട്ടുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇതിനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കുറച്ചുകൂടി പുറത്തു വരേണ്ടതായിട്ടുണ്ട്. രാവിലെ ഉച്ചയ്ക്ക് ഈ ചാനലിൻ്റെ വാർത്ത കാണുമ്പോൾ നാം മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു സംശയമാണ് ജനങ്ങളുടെ മുമ്പിൽ ഇട്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു ആവശ്യത്തിന് വന്ന സ്ത്രീയോട് മോശമായി സംസാരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ അതൊരു സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഓഫീസിൽ വന്ന സ്ത്രീയോടാണോ ഇങ്ങനെ മോശമായി സംസാരിച്ചത്, അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇത് ഫാബ്രിക്കേറ്റഡ് ആണോ, ഇത്തരം കാര്യങ്ങളെല്ലാം പുറത്തു വരേണ്ടതായിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഈ കാര്യങ്ങളെല്ലാം പുറത്തു വരേണ്ടതായിട്ടുണ്ട്. ഇവിടെ കോഡ് ഓഫ് കണ്ടക്റ്റിൻ്റെ കാര്യം പറഞ്ഞു. കോഡ് ഓഫ് കോണ്ടക്റ്റ് മന്ത്രിമാർക്കും അല്ലെങ്കിൽ നാട്ടിലെ എല്ലാവർക്കും വേണോ? അവരുടെ സ്വകാര്യ സംഭാഷണങ്ങൾ, ഇതിപ്പോൾ ഒരു പക്ഷേ സ്വകാര്യ സംഭാഷണമാണെങ്കിൽ അത് ചോർത്തിയെടുക്കാൻ പറ്റുമോ? ഈ ഏതൊക്കെ ധാർമ്മികതയാണ് മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ മാധ്യമ പ്രവർത്തകർക്ക് ഇത്തരം ധാർമ്മികതകൾ പാലിക്കുന്നുണ്ടോ? ഈ കാര്യങ്ങളെല്ലാം തന്നെ വരും ദിവസങ്ങളിൽ, ഇപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഈ കാര്യങ്ങൾ പരമായിട്ടുള്ള ചർച്ചകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉന്നയിക്കാൻ ശ്രമിച്ചത് UDF എടുത്ത സമീപനം. ഉമ്മൻചാണ്ടിക്കെതിരെ പത്രസമ്മേളനം നടത്തി പറഞ്ഞു. എന്ത് കേസെടുത്ത്? ഇവിടെ ആരും പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടില്ല. ഇവിടെ ഒരു കോടതിയിൽ അഫിഡവിറ്റ് സമർപ്പിച്ചിട്ടില്ല. ഇവിടെ മിനിസ്റ്ററിൻ്റെ സംഭാഷണമാണ് ഒരു മാധ്യമം പുറത്തുവിട്ടിരിക്കുന്നത്. മറ്റത് വ്യത്യസ്തമാണ്. 164 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത പ്രശ്നമുണ്ട്, പത്രസമ്മേളനം നടത്തി പറഞ്ഞ പ്രശ്നങ്ങളുണ്ട്, കോടതിയിൽ അഫിഡവിറ്റ് ചെയ്ത കേസുകളുണ്ട്. ഏതെങ്കിലും ഒന്നില്ല. ഞാൻ വീണ്ടും ആ കാര്യങ്ങളോട് പറയാത്തതാണ്. എനിക്ക് പേരെടുത്ത് പറയാം. മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞിട്ടില്ലേ പത്രസമ്മേളനം നടത്തി? ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ മാനനഷ്ട കേസ് കൊടുക്കട്ടെ. തിരിച്ചെനിക്കും ചോദിക്കാമല്ലോ, മാനനഷ്ട കേസ് കൊടുക്കട്ടെ. ഒരാളെക്കുറിച്ച് പറഞ്ഞില്ലേ ഇവിടെ മസ്കറ്റ് ഹോട്ടലിൽ കൊണ്ട് അവിടെ പ്രതിയാക്കട്ടെ, അത് തെളിവായി സ്വീകരിച്ച് പ്രതിയാക്കി കേസെടുത്ത് ജയിലിലടക്കട്ടെ, എടുത്തോ? ശ്രീ ജ്യോതികുമാർ, അതാണോ ഒരു ഈ പ്രതിപക്ഷത്തിനും ഇന്നിരിക്കുന്ന പ്രതിപക്ഷത്തിനും ഇങ്ങനെ ഒരു വ്യക്തമായൊരു ഇടപെടലിലേക്കോ അല്ലെങ്കിൽ പ്രതികരണത്തിലോ പോകാൻ കഴിയാതെ വരുന്ന ആ ഒരു ധാർമ്മിക പ്രശ്നം? ഒരിക്കലുമല്ല. ഞങ്ങളുടെ നിലപാട് ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ബിജു പറഞ്ഞതിനകത്ത് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായി, ശരിയാണ്, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തുണ്ടായി. അന്ന് ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷനെ നിയമിച്ചിട്ടുണ്ട്. ഇപ്പോഴും അതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഹിയറിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫൈനൽ റിപ്പോർട്ട് വന്നിട്ടില്ല, വരട്ടെ. ഇപ്പോൾ LDF സർക്കാർ വന്നിട്ട് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഇവിടെ ഈ ശശീന്ദ്രൻ, ഇവിടെ ശ്രീ കാരശ്ശേരി മാഷ് പറഞ്ഞതുപോലെ ശശീന്ദ്രന് വേണമെങ്കിൽ പിടിച്ചു നിർത്താമായിരുന്നു. ഉമ്മൻചാണ്ടി സ്വീകരിച്ചതുപോലെ അവിടെ നിൽക്കട്ടെ, നിയമത്തിന്റെ വഴിക്ക് പോയ ശേഷം മതിയെന്ന് പിണറായിക്ക് പറയാമായിരുന്നു. അതിലേക്കൊന്നും പോകാതെ ഈ 3 മണിക്കൂറിൽ ആരോപണം വരുന്നു. അതിന്റെ നിജസ്ഥിതി പോലും ഒരു പരാതിക്കാരി പോലും ഈ വിഷയത്തിലില്ല. അതിനും അപ്പുറത്തേക്ക് ഒരു ധാർമ്മികത എന്ന തലം തുറക്കണമെങ്കിൽ അതിന് ഞങ്ങളല്ലെങ്കിൽ ചെയ്തത് തുടരാൻ വേണ്ടിയാണോ, അല്ലെങ്കിൽ ഈ സർക്കാർ എന്നത് ഒരു ന്യായീകരണമാണ്? പ്രജീഷ്, ഞാൻ സംസാരിക്കാൻ സമയം തരണം. ഒന്ന് ബിജു പറഞ്ഞു നിർത്തിയത് ബിജു ഒരു MLA പിന്നെ മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് കണ്ടതിനെ കുറിച്ചൊക്കെ പറയുന്നു. ഒപ്പം ഞാനും ചോദിക്കട്ടെ, ബിജു, ഗണേഷ് കുമാർ ഇതിനകത്തൊരു കക്ഷിയല്ലായിരുന്നു? ഗണേഷ് കുമാറിനെ ഒരു അന്യൻ്റെ ഭാര്യയുമായി അവിഹിത ബന്ധമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വീട് കയറി ആക്രമിച്ചു എന്നൊരു പരാതി ഇവിടെ വന്നിരുന്നല്ലോ. ആ ഗണേഷ് കുമാർ ഇന്നിപ്പോൾ ഏത് ക്യാമ്പിലാണ്? പത്തനാപുരത്ത് നിന്ന് LDFൻ്റെ MLA അല്ലേ? അപ്പോൾ അതവിടെ നിൽക്കട്ടെ, ഞാൻ അതിലേക്ക് കൂടുതൽ എന്നെ കൊണ്ട് പറയിക്കണ്ട, അതവിടെ നിൽക്കട്ടെ. തിരിച്ച് ഇപ്പോൾ പ്രജീഷ് ചോദിച്ച കാര്യങ്ങൾ ഇവിടെ ഞങ്ങൾ പറഞ്ഞില്ലെന്നുള്ളത് നിൽക്കട്ടെ. മന്ത്രി പത്രസമ്മേളനത്തിൽ ആവർത്തിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചിട്ടും എന്തുകൊണ്ട് അദ്ദേഹം നിഷേധിക്കുവാൻ തയ്യാറായില്ല? എൻ്റെ ശബ്ദമല്ല എന്ന് അദ്ദേഹം പറയുവാൻ തയ്യാറായില്ല.
അപ്പോൾ അവിടെ വളരെ വ്യക്തമല്ലേ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം മുഴുവൻ കേട്ട മുഴുവൻ ആളുകൾക്കും അരിയാഹാരം കഴിക്കുന്ന മുഴുവൻ ആളുകൾക്കും ബോധ്യമാവും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു സംസാരം ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ അതിനകത്തൊരു തർക്കവുമില്ല. അപ്പോൾ അവിടെ ധാർമ്മികത വേണോ വേണ്ടതെന്ന് മന്ത്രിയാണ് തീരുമാനിക്കേണ്ടത്. ഇനി അന്വേഷണം വേണമെങ്കിൽ മന്ത്രി തന്നെ ആവശ്യപ്പെട്ട അന്വേഷണം നടക്കട്ടെ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി നേരിട്ട് അന്വേഷിക്കട്ടെ. പോലീസ് സ്വയം കേസെടുക്കില്ല എന്നാണ് ഇപ്പോൾ ഏറ്റവും അവസാനം മീഡിയകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് പോലീസ് സ്വയം കേസെടുക്കാത്തത്? അവിടെ ആരാണ് തടസ്സപ്പെടുത്തുന്നത്? അപ്പോൾ ഇതിനകത്തൊക്കെ വസ്തുതകൾ ഉണ്ട് എന്ന് പൊതുജനം വിശ്വസിക്കേണ്ടി വരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഇന്ന് ഉണ്ടായിരിക്കുന്ന സംഭവവികാസങ്ങൾ. അതുകൊണ്ട് ധാർമ്മികത മാത്രമല്ല അവിടെ പ്രശ്നം. താൻ പിടിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം വളരെ നേരത്തെ കൂടുതൽ വഷളാകാതെ കളഞ്ഞിട്ട് പോയി എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. ഒന്ന്. രണ്ട്, ഇതിനെക്കുറിച്ച് പറഞ്ഞു ഇപ്പോൾ ബിജു പറഞ്ഞു, ഞാൻ ഒന്ന് തീർത്തോട്ടെ. ബിജു പറഞ്ഞു ഇവിടെ കഴിഞ്ഞ സർക്കാർ LDF സർക്കാരിൻ്റെ കാലത്ത് ജിഷയുടെ കൊലപാതകവുമായൊക്കെ ബന്ധപ്പെട്ട് ഞങ്ങൾ സ്ത്രീ സുരക്ഷയ്ക്ക് മുഖ്യ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഞങ്ങൾ ക്യാമ്പയിൻ നടത്തിയത്. ശരിയാണ്. LDF വരട്ടെ, എല്ലാം ശരിയാകട്ടെ എന്നൊക്കെ പറഞ്ഞു. ശരിയാണ്. ഇപ്പോൾ എന്താ? ഇപ്പോൾ എല്ലാ പത്രത്തിലും ഈ 2 പേജ് മാറ്റി വെക്കേണ്ടി വന്നിരിക്കുക പീഡനത്തിന് വേണ്ടിയിട്ട്. ചരമക്കോളം ഉള്ളതുപോലെ എല്ലാ പത്രത്തിലും 2-3 പേജുകൾ പീഡന പരമ്പരകൾ എഴുതാൻ വേണ്ടി മാത്രം. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ വ്യക്തമായി പറഞ്ഞാൽ സംസ്ഥാനത്തെ പഞ്ചായത്ത് മെമ്പർമാർ മുതൽ, ഇടതുപക്ഷത്തിൻ്റെ പഞ്ചായത്ത് മെമ്പർമാർ മുതൽ, ലോക്കൽ ബോഡി മെമ്പർമാർ മുതൽ മന്ത്രി വരെ പീഡന കാര്യത്തിൽ ഒട്ടും പിറകിലല്ല എന്ന് തെളിയിക്കുന്ന സംഭവവികാസങ്ങളാണ് ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എവിടെ പോയി നിങ്ങളുടെ പഴയ മുദ്രാവാക്യം? എവിടെ ശരിയാക്കി നിങ്ങൾ? അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പർ ചോരുന്നു, ബഡ്ജറ്റ് ചോരുന്നു, മന്ത്രിയുടെ ഫോൺ ചോരുന്നു. അപ്പോൾ ഓട്ട വീണ സർക്കാരാണോ ഇത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ആർക്കെങ്കിലും കുറ്റപ്പെടുത്താൻ കഴിയുമോ? ആർക്കും കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഇപ്പോൾ കണക്ക് പരീക്ഷയ്ക്ക് വിദ്യാഭ്യാസ മന്ത്രി തോറ്റു, ബയോളജി പരീക്ഷയിൽ ഇപ്പോൾ AK ശശീന്ദ്രൻ ജയിച്ചു. അതാണ് ഇവിടുത്തെ വസ്തുത. മറുപടി ഇതെന്ന് പറഞ്ഞോട്ടെ. ഫോൺ വിളിച്ചെന്നാണല്ലോ പറഞ്ഞത്. ഫോൺ വിളിച്ച് എന്നെ കൊണ്ട് എന്തിനാണ് അടൂർ പ്രകാശ് എന്താ 15-20 പ്രാവശ്യം സരിതയെ ഓരോ മന്ത്രി വിഷ്ണുനാഥ് ഹൈബീഡിനൊക്കെ 11 മണി മുതൽ 1 മണി വരെ തുടർച്ചയായി എന്താണ് അവിടെ അതിന്റെ ഓഡിയോ ക്ലിപ്പിങ്ങുകൾ വന്നിട്ടില്ല. പക്ഷേ 11 മണി മുതൽ 1 മണി വരെ തുടർച്ചയായി ഫോൺ രേഖകൾ വ്യക്തമാക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്തായാലും ബിസിനസ് 2-3 മണിക്കൂറും ബിസിനസ് കാര്യം സംസാരിക്കാൻ എന്ത് ബിസിനസ്സാണ് ശ്രീ ജ്യോതി? അങ്ങനെ MLA-മാർ മാത്രമല്ല, CPM-ന്റെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ ഉണ്ടായിരുന്നു. CPM-ന്റെ ജില്ലാ സെക്രട്ടറി ഗോപി കോട്ടമുറിക്കലിനെ ഞാൻ പറഞ്ഞു തരട്ടെ. ഗോപി കോട്ടമുറിക്കലിനെ സ്വന്തം പാർട്ടി ഓഫീസിൽ നിന്ന് അവിഹിത ബന്ധത്തിന്റെ പുറത്തിൽ വീഡിയോ ഉൾപ്പെടെ പുറത്ത് വിട്ടത് ആരാണ്? CPM കോൺഗ്രസ്സുകാരാണോ? CPM-മാരാണ്. അവിടെ പാർട്ടി പറഞ്ഞ എന്താണ്? അവർ തമ്മിലുള്ള ബന്ധമാണ്, ആയിക്കോട്ടെ. പക്ഷേ പാർട്ടി കണ്ടെത്തിയ കുറ്റം എന്താണ്? പാർട്ടി ഓഫീസിൽ വെച്ച് നടത്താൻ പാടില്ലായിരുന്നു. ആയിക്കോട്ടെ, അതും അതിന്റെ വഴിക്ക് പോട്ടെ. അപ്പോൾ P ശശിക്കാകാം, ഗോപി കോട്ടമുറിക്കലിനാകാം, അതൊന്നും ബിജു കാണാതെ പോകരുത്. അവരുടെ പേരിൽ കൃത്യമായി ഈ പറഞ്ഞ ഹൈബി ഉൾപ്പെടെ വീണ്ടും ജനവിധി തേടി വിജയിച്ചു. അടൂർ പ്രകാശ് വീണ്ടും ജനവിധി തേടി വിജയിച്ചു. ബാക്കിയുള്ളവരെ സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. അന്വേഷണത്തിൽ പുറത്തു വരട്ടെ. അവരെല്ലാം ഈ നിങ്ങൾ പറഞ്ഞ ആരോപണം വന്നതിന് ശേഷം വീണ്ടും ജനവിധി തേടി പൊതുജന സമൂഹത്തിൽ അവരുടെ വോട്ട് നേടി വീണ്ടും അധികാരത്തിൽ വന്നു. ഈ പറയുന്ന ഇഷ്യൂസ് വേറെ, അത് നമുക്ക് ചർച്ച ചെയ്യാം. ഇവിടെ പ്രശ്നം എന്താണ്? ആര്യാടൻ മുഹമ്മദ്, അടൂർ പ്രകാശ്, പിന്നെ ഉമ്മൻചാണ്ടി, അതായത് അധികാര ദുർവിനിയോഗത്തിന് വേണ്ടി ഒരു സ്ത്രീ ബിസിനസ് നടത്താൻ വരിക, അവരെ നിരന്തരമായി വീട്ടിൽ വിളിച്ചു വരുത്തുക, അവർക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തുക എന്ന് അവർ പരസ്യമായി പത്രസമ്മേളനം നടത്തി പറയുകയാണ്. മറ്റാൾക്കാരെ കൊടുക്കുക. പറയാം. ശ്രീ ബാസുരേന്ദ്ര ബാബുവും ബിജുവും കൂടെ പറയുന്നതിനെ കുറിച്ച് പറയട്ടെ. അവർ തെളിവുകൾ ഹാജരാക്കട്ടെ. ഞാൻ പറയല്ലോ, ഇവിടെ തെളിവുകൾ സഹിതം പുറത്തു വന്നിരിക്കുന്നത്. ആ തെളിവുകൾ ഹാജരാക്കാനും അതിലും വലിയ ഒരു സ്ത്രീ പറഞ്ഞ് പറയുകയാണ്, എന്നെ ബലാത്കാരം ചെയ്തു അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു, റേപ്പിന്റെ അല്ലെങ്കിൽ സെക്സിന്റെ പരിധിയിൽ വരുന്നു. ഒരു 164 സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരെ വരുമ്പോൾ അതിനും അപ്പുറത്തേക്ക് എന്ത് തെളിവാണ് ശ്രീ ജ്യോതികുമാർ നൽകേണ്ടത്? ഇതിവിടെ ഒരു സ്ത്രീ ഇല്ല. മുൻകൂർ ജാമ്യം എടുത്തു, കുഴപ്പമില്ലാത്ത പൊസിഷൻ. നമ്മൾ ആരും സംസാരിക്കണമെന്ന് അങ്ങനല്ല പറയാം, സംസാരിച്ചാൽ പോവാം. പ്രജീഷ് ഒരു കാര്യം മനസ്സിലാക്കണം. ഈ വിഷയത്തെ സംബന്ധിച്ച് ഞാൻ ചോദിക്കട്ടെ, ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷന്റെ പരിഗണന ഇരിക്കാനുള്ള വിഷയം നിങ്ങൾ പറഞ്ഞ ഏത് ടേംസ് ഓഫ് റെഫറൻസും നിങ്ങൾ പറഞ്ഞിട്ടുള്ള മുഴുവൻ, പ്രതിപക്ഷം ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ടേംസ് ഓഫ് റെഫറൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ പറഞ്ഞ പ്രമുഖരെല്ലാം വീണ്ടും ജനവിധി തേടി ജയിച്ചല്ലോ. അപ്പോൾ അവർക്ക് പൊതുസമൂഹം അവരെ അംഗീകരിച്ചു എന്ന് ബോധ്യമായല്ലോ. ഒന്ന്. നമ്പർ 2, ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്ന വിഷയം മാധ്യമ സംസ്കാരത്തെക്കുറിച്ച് ഉൾപ്പെടെ പറഞ്ഞു. മാധ്യമ സംസ്കാരം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കൊടുത്ത കൊല്ലത്തും കിട്ടും. LDF ഉൾപ്പെടെയുള്ളവർ ബിജു രാധാകൃഷ്ണനെ കൊണ്ട് കോയമ്പത്തൂരിൽ CD ഇരിക്കുന്നു എന്ന് പറയിച്ചിട്ട് എല്ലാ ചാനലുകളെയും നിങ്ങൾ ഇപ്പോൾ പറഞ്ഞല്ലോ, ഒരു ചാനലിനെതിരെ പറയുന്നല്ലോ, എല്ലാ ചാനലുകളും OB വാൻ ഉൾപ്പെടെ ഇതിന്റെ പുറകെ പോയില്ലേ? കോയമ്പത്തൂർ വരെ പോയില്ലേ? രാത്രി 2 മണി വരെ. എന്നിട്ട് എന്ത് നേടി? അവിടെ നിന്ന് എന്തെങ്കിലും തെളിവ് കിട്ടിയോ? അപ്പോൾ അന്ന് എവിടെയായിരുന്നു ഈ സംസ്കാരം? നിങ്ങളുടെ മാധ്യമ സംസ്കാരം ചോദ്യം ചെയ്യപ്പെട്ടെ. അന്ന് ചോദ്യം ചെയ്യില്ല, ഇപ്പോൾ മാത്രമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇന്നത്തെ ചാനൽ കൂടുതൽ വരുത്തേണ്ടതിന്റെ അനിവാര്യത തലം തുറക്കപ്പെടുന്നുണ്ടോ? കുറച്ചുകൂടി വലിയ അർത്ഥത്തിൽ സംശയത്തിന്റെ നിവാരണം വരുത്തേണ്ടതായിരുന്നില്ലേ ഇന്ന് ഈ മാധ്യമം ചെയ്ത്? ആ മാധ്യമത്തിന്റെ വിശകലന ചർച്ചകളാണ് ഒരുപക്ഷെ പൊതുസമൂഹത്തിൽ വലിയ തോതിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. അതിലേക്ക് ചർച്ച കേന്ദ്രീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ടുകൂടി എന്ത് വ്യക്തതയായിരുന്നു ഈ ചാനൽ നടത്തേണ്ടിയിരുന്നത്?
കാരശ്ശേരി മാഷ്. ഇതില് ഭാസുരേന്ദ്ര ബാബു പറഞ്ഞത് കേട്ട് ശരിക്കും ഞാൻ അമ്പരന്നു. എന്താ കാരണം വിചാരിച്ചാല് ഒരാൾ കൈക്കൂലി വാങ്ങുന്നതിൻ്റെ ഒരു ദൃശ്യം ഒളി ക്യാമറ പകർത്തുന്നതും ഇപ്പോൾ ഈ മാധ്യമം പുറത്തുവിട്ട ശബ്ദരേഖയും ഒരേ മട്ടിൽ കാണാൻ പറ്റില്ല. എന്ത് കുറ്റമാണ് ശശീന്ദ്രൻ ചെയ്തതായിട്ട് ആ മാധ്യമം പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം ഇതിനൊരു പരാതി വേണം. സ്ത്രീ സുരക്ഷ എന്നൊരു പ്രശ്നത്തിൻ്റെ പരിധിയിൽ ഇത് വരണമെങ്കിൽ എന്നോട് മന്ത്രി അല്ലെങ്കിൽ ഇന്ന വ്യക്തി ഇന്ന അന്യായം കാണിച്ചു എന്നൊരാൾ പരാതി പറയണം. ഇവിടെ പരാതി ഉള്ളതായിട്ട് നമ്മൾ അറിയുന്നില്ല. ഏതാണ് ഈ ശബ്ദരേഖ, ഇതിൽ ആരാണ് ആള്, എന്ത് അക്രമമാണ് ഇദ്ദേഹം കാണിച്ചത് ഒന്നും അറിയില്ല. അപ്പോൾ ഭാസുരേന്ദ്ര ബാബുവിനെ പോലൊരു മുതിർന്ന പത്രപ്രവർത്തകൻ നമ്മൾ എപ്പോഴും ക്യാമറയുടെ മുമ്പിലാണ് എന്നുള്ളത് ഒരു ഗതികേടായിട്ടല്ലാതെ അഭിമാനമായിട്ട് പറയരുത്. കാരണം വ്യക്തികളുടെ സ്വാതന്ത്ര്യം, പൗരാവകാശം, സ്വകാര്യത തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ജനാധിപത്യത്തിൽ വളരെ പവിത്രമായ സംഗതികളാണ്. രാഷ്ട്രീയ നേതാക്കന്മാർ, മതപുരോഹിതന്മാർ, പണക്കാർ തുടങ്ങിയുള്ളവരൊക്കെ ജാതിയുടെയും മതത്തിൻ്റെ ആളിലൊക്കെ വ്യക്തി ജീവിതത്തിലേക്ക് എരച്ച് കയറി വരുമ്പോൾ മാധ്യമങ്ങൾ കൂടി ആ പണി എടുക്കരുത്. അവർ ചെയ്യേണ്ടിയിരുന്നത് എന്ത് കുറ്റമാണ് ശശീന്ദ്രൻ ചെയ്തതെന്ന് പറയണം. ഇപ്പോഴും പറഞ്ഞിട്ടില്ല. ഈ ശബ്ദരേഖ മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള സ്വജനപക്ഷപാതം അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ തീരുമാനം അങ്ങനെ ഏതെങ്കിലും കാര്യത്തെ അത് സ്വാധീനിച്ചോ? ഈ സ്ത്രീ ആരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവർ വന്നിട്ട് ഒരു പരാതി പറയാൻ വന്നിട്ട് എന്ത് അക്രമമാണ്, അന്യായമാണ് അവർ നേരിട്ടത്, അവരെവിടെയാണ് പരാതി കൊടുത്തത്, ആ പരാതിയുടെ സ്വഭാവം എന്താണ്, പോലീസ് എന്താണ് പറയുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ പറയുന്നത്, ഞാൻ ആവർത്തിക്കുകയാണ്, ഈ എന്ത് വകയിലാണ് ഇത് കൊടുത്തത് എന്നാണ് പോലീസ് മാധ്യമത്തോട് ചോദിക്കേണ്ടത്. ഇതിൽ ആദ്യം ചർച്ച ചെയ്യേണ്ടത് മാധ്യമത്തിൻ്റെ ധാർമ്മികതയാണ്. ഇത് രാഷ്ട്രീയ പാർട്ടികൾ നിങ്ങൾ അങ്ങനെ ചെയ്തില്ലേ, ഞങ്ങൾ ഇങ്ങനെ ചെയ്തില്ലേ, LDF അങ്ങനെയല്ലേ, UDF അങ്ങനെയല്ലേ എന്ന് പറയുന്നതിന് പകരം രാഷ്ട്രീയ നേതാക്കന്മാർ, സാധാരണ വ്യക്തികളൊക്കെ മാധ്യമങ്ങളെ പേടിച്ച് ജീവിക്കേണ്ട ഒരു സ്ഥിതി എന്ന് പറയുന്നത് ജനാധിപത്യത്തിന് കൊള്ളാവുന്ന ഒരു അവസ്ഥയല്ല. നമ്മുടെ സ്വകാര്യത, നമ്മുടെ വ്യക്തിജീവിതം, നമ്മുടെ പൗരാവകാശം നമുക്ക് ഉറപ്പുവരുത്തുന്നുണ്ട്. സദാചാര പോലീസാണ് ഈ നാട് നിയന്ത്രിക്കുന്നതെന്ന് ഭാസുരേന്ദ്ര ബാബുവിനെ പോലെ ഒരാൾ അഭിമാനകരമായിട്ട് പറയുന്നത് വലിയ കഷ്ടമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. യെസ്, ശ്രീ ഭാസുരേന്ദ്ര ബാബു ഇടപെട്ട് പറയാനുണ്ടെങ്കിൽ. അതിനകത്ത് കരശ്ശേരി മാഷേ, എല്ലാ ബഹുമാനത്തോടെ ഞാൻ പറയട്ടെ, ഇതിനകത്ത് മാധ്യമങ്ങളാണ് അവസാനത്തെ ശക്തിയെന്നും അവരാണ് നിയന്ത്രിക്കേണ്ടതെന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇവിടുന്നത്തെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. അത് പോട്ടെ, താങ്കൾ സൂചിപ്പിച്ചത് മാതിരി ശ്രീ ശശീന്ദ്രൻ്റെ നേരെ എന്ത് കേസാണ് ഇപ്പോൾ പോലീസ് പിന്നെ അതേക്കുറിച്ച് അന്വേഷിക്കണമല്ലോ. അന്വേഷിക്കുമ്പോൾ സ്റ്റാൻഡബിൾ എന്ന് പറയുന്നൊരു കേസ് ഇതിനകത്ത് ഉണ്ടാകില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് ഈ പദവിയിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു FIRൻ്റെ തലത്തിലേക്ക് പോലും ഇത് പോകാൻ പോകുന്നില്ല. കാരണം താങ്കൾ സൂചിപ്പിച്ചത് മാതിരി പരാതിക്കാരി ഇല്ല. പിന്നെ ലഭിച്ചിരിക്കുന്നത് നമുക്കറിയാവുന്നത് മാതിരി ശബ്ദരേഖയാണ്. സെക്ഷുവലി പ്രൊവോക്കേറ്റിംഗ് ആയിരിക്കുന്ന ശബ്ദരേഖയ്ക്ക് എതിരായി ആരും സംസാരിക്കാത്തത് കൊണ്ട് അത് പ്രസ്യൂം ചെയ്യാവുന്നത് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെയുള്ള സെക്ഷുവലി പ്രൊവോക്കേറ്റിംഗ് ആയ ഒരു എന്താ പറയുക ഓറൽ സെലിബ്രേഷൻ. അതിനപ്പുറത്ത് അത് പറയാൻ ട്രാപ്പ് താങ്കൾ കാണുന്നുണ്ടോ ശ്രീ ഭാസുരേന്ദ്ര ബാബു? ഒരു ഹണി ട്രാപ്പ് എന്നൊക്കെ ഒരു പക്ഷെ അങ്ങനെയും വരുന്നുണ്ട്, വിശകലനങ്ങൾ അങ്ങനെയും വരുന്നുണ്ട്. കാരണം ഈ പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ, AK ശശീന്ദ്രൻ എന്ന MLA മന്ത്രിയാകാനുള്ള സാഹചര്യം, അവസാന നിമിഷം നടന്ന പാർട്ടിക്കുള്ളിലെ ആ സംഘടനയ്ക്കുള്ളിലെ പ്രശ്നങ്ങൾ, ഇങ്ങനെ പലകുറി അർത്ഥത്തിലുള്ള സംശയങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയും ചർച്ചകളിലൊക്കെ തന്നെ ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ കൂടി ഇതിന് ഒരു സംശയത്തിന്റെ പലതരം സ്ഥാപിത താല്പര്യങ്ങൾ കൺവേർജ് ചെയ്യുന്നുണ്ട് ഇതിനകത്തേക്ക്. ഞാൻ അതിലേക്ക് വരാം, ചർച്ചയുടെ ഭാഗത്ത് വരാമെന്ന് വിചാരിച്ചിട്ട് അപ്പോഴും പറയാഞ്ഞത്. അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശരിക്കും പ്ലാൻഡ് ചെയ്തിരിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിച്ചിരിക്കുന്നതിന് യാതൊരു സംശയവും വേണ്ട. അപ്പുറത്തൊരു ഗോസ്റ്റ് എന്ന നിലയ്ക്ക് അദ്ദേഹം കാരശ്ശേരി മാഷും അതുമാതിരി തന്നെ നമ്മുടെ പിന്നെ വക്കീലും ഒക്കെ പറഞ്ഞല്ലോ, അങ്ങനെയാണ് തോന്നുന്നത് എന്ന് പറഞ്ഞല്ലോ. അജിത് വക്കീലൊക്കെ പറഞ്ഞതിൻ്റെ കാര്യം ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ പ്ലാൻഡഡ് ആണത്. പ്ലാൻഡ് ആൻഡ് പ്ലാൻഡഡ്. അങ്ങനെ വരുമ്പം ഒരാളെ പ്ലാൻ ചെയ്ത് ചെയ്യുമ്പോൾ അവരുടെ കയ്യിൽ ഒരു പിന്നെ CD ഒന്നും ആയിരിക്കില്ല. കുറഞ്ഞത് 3-4 CD ഉണ്ടാവും. ഇത് ഒരു സംഭാഷണമായിരിക്കില്ല. അത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഒന്നിലധികം സംഭാഷണങ്ങൾ ഉണ്ടാവും. ഇതേക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മറുപടി പറയാൻ ആദ്യം മറുപടി ഉണ്ടാക്കി വെച്ചിട്ടാണ് ചോദ്യങ്ങളിലേക്ക് മനുഷ്യർ സഞ്ചരിക്കുക. അത് പ്ലാൻ ചെയ്യുന്ന എല്ലാത്തിനെയും സംവിധാനങ്ങളിൽ അങ്ങനെയാണ് മാഷേ. അത് അങ്ങനെ ചെയ്യുമ്പോൾ അത്രയും നമ്മൾ ആലോചിക്കണം. ഈ കാര്യത്തിൽ ഇപ്പോൾ കേസെടുക്കാൻ നോക്കിയാൽ
അവിടെ നമുക്ക് എടുക്കാവുന്ന ഒരു കേസ് ഇല്ല. കാരണം ഒരു കേസിന് ആരും പരാതിക്കാരിയില്ല. അതുമാതിരി തന്നെ ഇത് വെച്ചിട്ട് ഒരു പ്രൊവക്കേഷനും നടന്നിട്ടില്ല, ആരെ അബ്യൂസ് ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു. അത് മന്ത്രി എന്ന നിലയ്ക്ക് യോജിക്കുമില്ലെന്ന് വേറൊരു കാര്യം, പോലീസിനത് നോക്കേണ്ട കാര്യമില്ല. അങ്ങനെ വരുമ്പം ഈ പൗരൻ മറ്റൊരു സാങ്കല്പിക പൗരിയോട് യാതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു സ്റ്റാൻഡ് ചെയ്യാൻ കേസ് ഉണ്ടാവില്ല. ഈ കേസ് പ്രോസിക്യൂഷൻ FIR പോലും എത്തൂല. ഇനി എത്തിയാൽ തന്നെ കോടതി അതുപോലെ ദൂരെ കളയുകയും ചെയ്യും. കാര്യം തെറ്റയിലിൻ്റെ കേസിൽ അതാണല്ലോ ചെയ്തത്. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലുണ്ടായ സംഭവമായിരുന്നു അത് എന്നല്ലേ കോടതി കണ്ടെത്തി, ഹൈക്കോടതി കണ്ടെത്തിയത്. കേസെടുത്ത് ദൂരെ കളഞ്ഞു. അതുമാതിരി കേസെടുത്ത് ദൂരെ കളഞ്ഞത് തിരിച്ചു വരാൻ കഴിയും. അതിരിക്കട്ടെ. പക്ഷേ അപ്പോഴും താങ്കൾ സൂചിപ്പിച്ചല്ലോ, ജേർണലിസ്റ്റുകൾ ഇങ്ങനെ ചെയ്യാമോ? അവിടെ നാം പരിശോധിക്കേണ്ടത് ജേർണൽ എന്ന് പറയുന്നത് ശരിക്കും ദൃശ്യമാധ്യമങ്ങളുടെ ബഹുലതയിലൂടെ അങ്ങനെ ഒരു വലിയ ലോകമുണ്ടായിരിക്കുന്നു. ആ ലോകത്തിലൂടെ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പല യാഥാർത്ഥ്യങ്ങൾ അത് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനാണ് ഞാൻ BJP പ്രസിഡന്റിന്റെ കാര്യം പറഞ്ഞത്. വലിയ വലിയ കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുന്നതിനൊപ്പം തന്നെ വ്യക്തിയുടെ സ്വകാര്യതയിലേക്ക് എത്തി നോക്കുകയും ചെയ്തിട്ടുണ്ട്. ശ്രീ കാരശ്ശേരി മാഷ്, അതായത് മലയാള മനോരമയിലെ മനോരമ ന്യൂസിലെ അടക്കം ഒരു വലിയൊരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഇട്ട പോസ്റ്റാണ്. അതായത് ഒരു മന്ത്രിസഭയുടെ രാജിയിലെത്തിച്ച ഇന്നത്തെ ആഭാസത്തരമാണ് വാർത്തയെങ്കിൽ, അത് ചെയ്തവരാണ് മാധ്യമപ്രവർത്തകരെങ്കിൽ ക്ഷമിക്കുക, ഞാൻ ഈ കൂട്ടത്തിലില്ല. അതാണ് മാധ്യമപ്രവർത്തനമെങ്കിൽ ഞാൻ മാധ്യമപ്രവർത്തകനല്ല. ഷെയിം യു ഗെയ്സ്, യു ആർ സിംപ്ലി ഗാങ് റേപ്പിംഗ് ദിസ് പ്രൊഫഷൻ എന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകൻ പോലും ഒരു പക്ഷേ ആശയപരമായി എതിർചേരിയിൽ പോലും നിൽക്കുന്നവർക്ക് പറയേണ്ടി വരുന്നുണ്ടെങ്കിൽ അവിടെ സെൻസേഷണലിസത്തിന്റെ ഇന്ന് കേരളം ശ്രദ്ധിച്ചു ഈ മാധ്യമത്തെ. അതിൻ്റെ മിഴി തുറക്കുമ്പോൾ ആ മാധ്യമത്തിൻ്റെ വരവ് കേരളം കണ്ടു. പക്ഷേ അതിൻ്റെ പിന്നിൽ അത് നൽകുന്ന ഒരു സംസ്കാരം അല്ലെങ്കിൽ അത് മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാടിലെ ഒരു വികലത, അതാണോ താങ്കൾ ആവർത്തിച്ച് പറയുന്നത്? കാരശ്ശേരി മാഷ്, അതായത് ഒരു മാധ്യമം വിചാരിച്ചാൽ ഈ തരത്തിൽ പെരുമാറാൻ പറ്റും എന്ന് വരുന്നത് നമ്മുടെ ജനാധിപത്യത്തെ ദുർബലമാക്കും. തെറ്റയിൽ ആ കേസ് ഫൈറ്റ് ചെയ്തു, കോടതി അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നു. എന്നിട്ട് നമ്മൾ മാധ്യമങ്ങളോ ജനങ്ങളോ പാർട്ടിക്കാരോ ഒന്നും പഠിച്ചില്ല. കാരണം രണ്ട് മുതിർന്ന വ്യക്തികൾ തമ്മിൽ ഇഷ്ടപ്രകാരം ശാരീരികമായോ മാനസികമായോ അല്ലെങ്കിൽ സംഭാഷണപരമായോ എന്തടുപ്പം കാണിക്കുന്നത് ഭരണഘടനാപരമായി ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ എന്ത് കുറ്റമാണ് ശശീന്ദ്രൻ ചെയ്തത് എന്നില്ല. ആകെ ഉള്ളത് ഈ ഒളിച്ച് എടുത്ത, അദ്ദേഹം അറിയാതെ എടുത്ത ഈ ശബ്ദരേഖയാണ്. അത് എവിടുന്നാണ് എങ്ങനെ നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്ത് കുറ്റത്തിന്റെ പേരിലാണ് അദ്ദേഹം ശിക്ഷിക്കപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പറയുന്നതാ, അതായത് ഒരു മാധ്യമത്തിന് ഇങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ ഒരു നേതാവിൻ്റെയോ ഒരു മന്ത്രിയുടെയോ സ്വകാര്യ ജീവിതത്തിലേക്ക് എഴഞ്ഞു കയറാൻ നമ്മൾ അനുവാദം കൊടുക്കുക. എന്നിട്ട് നമ്മൾ കേരളീയർ അല്ലെങ്കിൽ നാട്ടുകാർ ഇത്തരത്തിലുള്ള സദാചാര ഗുണ്ടായിസും സദാചാര പോലീസിങ് ഒരു മാധ്യമധർമ്മമാണ് എന്നും ഇതാണ് നമ്മുടെ ധാർമ്മികത. ഏറ്റവും വലിയ ധാർമ്മികത വേറെ ഒരാളുടെ സ്വകാര്യത്തിലേക്ക് ഒളിഞ്ഞു നോക്കാതിരിക്കലാണ്. അപ്പോൾ ആ സ്ത്രീ സുരക്ഷ എന്നുള്ള വാക്കൊന്നും നമ്മുടെ ഉപയോഗിക്കാൻ പാടില്ല. കാരണം ഏതെങ്കിലും ഒരു സ്ത്രീ ഇങ്ങനെ എന്തെങ്കിലും തനിക്ക് അരക്ഷിതാവസ്ഥയുണ്ടായി, തനിക്ക് അവമാനമുണ്ടായി എന്ന് പരാതിപ്പെട്ടിട്ടില്ല. നാളെ പരാതിപ്പെടാൻ സാധ്യതയുണ്ടോ അത് എനിക്ക് അറിഞ്ഞുകൂടാ. ഭാസ്കരേന്ദ്രബാബുവിന് അറിയാമെങ്കിൽ അദ്ദേഹം പറയണം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ള നമ്മുടെ മുമ്പിലുള്ള വസ്തുതകളെ വെച്ചിട്ട് നമ്മൾ സംസാരിക്കുന്നത് ഒരു ശബ്ദരേഖ വെച്ചിട്ട് ഒരു മന്ത്രി രാജിവെക്കുക. എന്ത് ശബ്ദരേഖ? അതിൽ കൈക്കൂലി വാങ്ങാമെന്ന് പറഞ്ഞിട്ടില്ല, വർഗീയത കാണിക്കാമെന്ന് പറഞ്ഞിട്ടില്ല. നമ്മുടെ ഏറ്റവും വലിയ ധാർമ്മികത എന്ന് പറയുന്നത് സ്ത്രീ പുരുഷ ബന്ധങ്ങളാണെന്ന് വരുന്നത് തന്നെ നമ്മുടെ ചെറുപ്പം കാണിക്കുന്നുണ്ട്. ഇതൊക്കെ വ്യക്തിയുടെ സ്വകാര്യമായ കാര്യങ്ങളാണ്. അങ്ങനെ ഇവിടെ എത്ര പേരെ പറ്റി ഇങ്ങനെ ഇതൊക്കെ നമ്മൾ പിന്നെ മോശമായി വരികയാണെന്നാണ് ഇത് കാണിക്കുന്നത്. തെറ്റയിൽ കേസ് കൃത്യമായിട്ട് കാണിച്ചതാണ് ഇത് സ്വകാര്യതയിലേക്കുള്ള ഇടിച്ചു കയറലാണ്. അന്ന് കോടതി പറഞ്ഞിട്ട് നമ്മുടെ മാധ്യമങ്ങളോ നാട്ടുകാരോ രാഷ്ട്രീയക്കാരോ പഠിച്ചില്ല. ഇപ്പോൾ ഞാനിത് ആവർത്തിക്കുന്നു, ഈ രാജി അനാവശ്യമാണ്, അസമയത്തുള്ളതാണ്, അത് തിരിച്ചു കൊടുക്കണം. മുഖ്യമന്ത്രി ഇത് മടക്കി അയക്കുകയാണ് വേണ്ടത്. എന്നിട്ട് എന്ത് വകയിലാണ് ഈ മാധ്യമം ഇങ്ങനെ ഒരു ശബ്ദരേഖ കൊടുത്തത് എന്നുള്ളതിൻ്റെ വിശദീകരണം പോലീസിനെ കൊണ്ട് ചോദിപ്പിക്കുകയാണ് വേണ്ടത്. എന്നാൽ മാത്രമേ സദാചാര പോലീസിംഗ് ആണ് ധാർമ്മികത എന്ന കെട്ട ജീർണിച്ച അവസ്ഥയിൽ നിന്ന് നമ്മുടെ ജനാധിപത്യം രക്ഷപ്പെടുകയുള്ളൂ. യെസ്, തീർച്ചയായും സദാചാര പോലീസിന്റെ അംശത്തിലേക്ക് വരുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൂടി ഇത് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. ശ്രീ ജ്യോതികുമാറും ബിജുവും ഒപ്പം നിയമവശം ശ്രീ ശാസ്ത്രമംഗലാജിത്തും പറയും.
ശ്രീ ശാസ്തമംഗലം അജിത്ത്, ഇവിടെ പറഞ്ഞ കേസിന്റെ അല്ലെങ്കിൽ കേസിലേക്ക് ഒക്കെ പോയി കഴിഞ്ഞാൽ ഒന്നുമേ ഉണ്ടായില്ല. പക്ഷേ ധാർമ്മിക വശമാണ് നമ്മളെല്ലാം ചർച്ച ചെയ്ത്. എന്നിരുന്നാലും ഒരുപക്ഷെ നാളെ പരാതിക്കാരി വന്നാൽ കൂടി, അല്ലെങ്കിൽ പരാതിയിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഈ പറഞ്ഞ ബാക്കി ക്ലിപ്പുകളോ വന്നാൽ കൂടി ഒരു വലിയൊരു തലം കാണുന്നുണ്ടോ? കാരണം ഇവിടെ തെറ്റിയിൽ കേസിൽ സുപ്രീം കോടതി എടുത്ത നിലപാട് താങ്കൾക്ക് വ്യക്തമായിട്ടറിയാം. സുപ്രീം കോടതി അവിടെ പറഞ്ഞ കാര്യങ്ങൾ, ഇത് നാളുകൾക്ക് നാള് എന്നാണിത് ഈ റെക്കോർഡ് നടന്നത്, ഏത് രീതിയിലാണ് റെക്കോർഡ് നടന്നത്, മാത്രമല്ല പല ചോദ്യങ്ങളും നിയമതലത്തിൽ ഉയരുന്നുണ്ടോ? ആ നിയമതലത്തിലേക്ക് കൂടി AK ശശീന്ദ്രന് കൂടി പോകാനുള്ള സാഹചര്യം ഇവിടെ വഴി തുറക്കുന്നുണ്ടോ? ഇതിനകത്ത് സുരേന്ദ്ര ബാബു സാറ് പറഞ്ഞതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. കാരണം ഇതിൻ്റെ ഒരു ആദ്യത്തെ കാണ്ഡം മാത്രമേ നമ്മൾ വന്നിട്ടുള്ളൂ. ഇനിയിപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ വേറെ ഏതെങ്കിലും ടീപ്പ് അവരുടെ കയ്യിലുണ്ടോ, വേറെ ഏതെങ്കിലും കാര്യങ്ങളുണ്ടോ, ഈ പറഞ്ഞ വാദി ഇതിൻ്റെ പുറകിൽ നിൽപ്പുണ്ടോ, നാളെ അവർ പരാതിയുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ അപ്രോച്ച് ചെയ്യും. അതാണ് പ്രതീഷ് ചോദിച്ചതിൻ്റെ ഏറ്റവും സാങ്കത്യമായിട്ടുള്ളൊരു ചോദ്യം. സംഭാഷണം. അതെ. അപ്പോൾ അതുകൊണ്ട് നാളെ ഈ സ്ത്രീ നാളെ ഒരു പരാതിയുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോവുകയും അവർ പറയുകയാണ് ഇന്ന കാര്യത്തിന് വേണ്ടി ഞാൻ അദ്ദേഹത്തിന് മുമ്പ് പോയി, അപ്പോഴാണ് ഇത്തരത്തിലൊരു അനുഭവം എനിക്കുണ്ടായത്, ഇത് എൻ്റെ പേര് പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാറി നിന്നത്, യഥാർത്ഥത്തിൽ ഞാനാണ് ഇതിനകത്തുള്ളത്, ഇതിൻ്റെ അപ്പുറത്തുള്ള ശബ്ദം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ തന്നെ ശബ്ദമാണ്, ഞാൻ ഏത് കോടതിയിലും വരാൻ തയ്യാറാണ്, ഏത് അന്വേഷണത്തെയും ഞാൻ അഭിമുഖീകരിക്കാൻ തയ്യാറാണെന്നും പറഞ്ഞ ആ സ്ത്രീ ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായിട്ട് വന്നാൽ തീർച്ചയായിട്ടും ഇത് ഇൻഫർമേഷൻ ടെക്നോളജിയുടെയും IPCയുടെയും റെലവൻറ്റ് സെക്ഷൻ, വലിയൊരു അന്വേഷണത്തിന്റെ എവിടെ റെക്കോർഡിംഗ് നടക്കുന്നു, ഏത് രീതിയിൽ, കാരണം പല തവണയായി വിളിച്ചിട്ടുണ്ടോ, അവിടെയാണെങ്കിൽ ഉഭയകക്ഷി ബന്ധം അല്ലെങ്കിൽ ഉഭയകക്ഷി രണ്ടുപേരുടെ സമ്മതത്തോടു കൂടി രണ്ടുപേരും അങ്ങനെ പല കാലങ്ങളിൽ പരിശോധിക്കാൻ തക്ക തരത്തിലേക്കുള്ള സാഹചര്യം തുറക്കും. അല്ല, ഞാൻ പറഞ്ഞു വന്നത് ഒരു ഒഫൻസ് ആയില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ക്വസ്റ്റ്യൻ വരുന്നില്ല. ഒരു FIR വീണ് കഴിഞ്ഞാൽ അതിന്റെ സിറ്റുവേഷൻ മാറും. FIR വീണാൽ പോലീസിന്റെ കയ്യിൽ വന്നു, അവർ ഇത് കുത്തിയിട്ട് അന്വേഷിക്കും. ഇത് ആര് റെക്കോർഡ് ചെയ്തു? ഇദ്ദേഹം പറഞ്ഞതുപോലെ നേരത്തെ ബാബു സാർ പറഞ്ഞതുപോലെ ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള സംഗതി ഒന്നുമല്ല, ഇതൊരു സ്റ്റിംഗ് ഓപ്പറേഷൻ ആയിരുന്നു. സ്റ്റിംഗ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എൻ ഇല്ലീഗൽ ഓപ്പറേഷൻ. അതിനെപ്പറ്റി സുപ്രീം കോടതിയിലെ വിധിന്യായങ്ങളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെ പറ്റിയിലൊക്കെ മുന്നോട്ട് വരും. ഇത് മനഃപൂർവ്വം ഒരു മന്ത്രിയെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോൺസ്പിറസി ഇതിന്റെ ഭാഗത്തുണ്ടോ? ഇതൊക്കെ അന്വേഷണത്തിന്റെ പരിധിയിൽ വരാം. അതെ, ഹണി ട്രാപ്പ്. അതെ, അതായത് പ്രത്യേക സാഹചര്യങ്ങൾ, രാഷ്ട്രീയ സാഹചര്യങ്ങൾ പോട്ടെ, ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറ്റിവെക്കുക. ഈ ചാനലിന് ഒരു പക്ഷേ ഒരു ലോഞ്ചിങ്ങിന് വേണ്ടി ഒരു ബോംബ് പൊട്ടിക്കുക, അതിലേക്ക് വരുമ്പോൾ ആ ട്രാപ്പ് അവിടെയും അത് സംശയിക്കുക. തീർച്ചയായിട്ടും അതും വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഇൻവെസ്റ്റിഗേഷൻ്റെ അതിൻ്റെ ഒരു തലങ്ങൾ വേറെ പല തലങ്ങളിലേക്കും വരും. അത് ഇതിനകത്ത് മന്ത്രി അതിനകത്ത് എടുത്തിട്ടുള്ള സ്റ്റാൻഡ്, പക്ഷേ ആദ്യത്തെ സ്റ്റാൻഡിൽ തന്നെ അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് തെറിച്ചു. അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ അതൊരു കുറ്റസമ്മതം അല്ല എന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹത്തിൻ്റെ റെസിഗ്നേഷൻ പിന്നെ എന്താ? ധാർമ്മികത? ഞാനൊരു സ്ത്രീയോട് സംസാരിച്ചു, അതെന്റെ സ്വകാര്യമായ കാര്യമാണ്, എൻ്റെ ബെഡ്റൂമിനകത്ത് നടന്ന സംസാരമാണ്, അതിനകത്ത് എന്ത് ധാർമ്മികം? ഞാനൊരു മന്ത്രി എന്നുള്ള നിലയിൽ എൻ്റെ ജോലിയും എൻ്റെ ഡ്യൂട്ടീസും തമ്മിൽ എന്ത് ബന്ധമുണ്ട്? ഞാനെന്താ മഹർഷിയാണോ? ഒന്നുമല്ല, സാധാരണ മനുഷ്യനല്ലേ, മജ്ജയും മാംസമുള്ളൊരു സാധാരണ മനുഷ്യനല്ലേ. ഞാനും ഒരു സ്ത്രീയും തമ്മിലൊരു ബന്ധമുണ്ടെന്ന് ആണത്തത്തോടുകൂടി സമ്മതിക്കാൻ അദ്ദേഹം തയ്യാറാണമായിരുന്നു. അവിടെയാണ് അദ്ദേഹത്തിന് സ്റ്റെപ്പ് തെറ്റിപ്പോയത്. അദ്ദേഹം ഭീമനെ പോലെ ശരീരം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, കർണനെ പോലെ പുരുഷത്വം ഉണ്ടാകണമായിരുന്നു. അതായിരുന്നു വേണ്ടിയിരുന്നു. അവിടെ അദ്ദേഹത്തിന്റെ സ്റ്റെപ്പ് തെറ്റി. അതായിരുന്നു അത് എങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആൾക്കാർ ആദരിച്ചേനെ. ശ്രീ ജ്യോതികുമാർ, ഇത് പൊതുപ്രവർത്തകർക്ക് നൽകുന്ന ഒരു ഓർമ്മപ്പെടുത്തൽ. കാരണം കഴിഞ്ഞ നാളുകളൊക്കെയും കേരളം കേട്ടത് ഈ പറയുന്ന സ്ത്രീ വിഷയങ്ങൾ, അല്ലെങ്കിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തും കേട്ടിട്ടുള്ളത് ഇത്തരം ജീർണിച്ച കഥകൾ, അതിൻ്റെയൊക്കെ തുടർച്ചകൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയം മാറ്റിവെക്കും. ഇത് പൊതുപ്രവർത്തകർക്ക് നൽകുന്ന ശ്രീ സുരേന്ദ്ര ബാബു പറയുന്നത് പോലെ ഒരു ജാഗ്രത, ആ ജാഗ്രതയിലേക്ക് വരുമ്പോൾ ഞാൻ മറുപടിയിലേക്ക് വരും. അഡ്വക്കേറ്റ് P. രാജേന്ദ്രൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ രാജേന്ദ്രൻ, താങ്കളിലേക്ക് വരുമ്പോൾ ശ്രീ ജ്യോതികുമാർ, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം നമുക്ക് രാഷ്ട്രീയം മാറ്റിവെച്ചാൽ കൂടി ഇത് കാരണം ജീർണിച്ച ഒരു രീതിയിലേക്കാണെങ്കിൽ ഇത് നമുക്ക് മുഖവിലയ്ക്ക് എടുക്കാം. അതായത് ഇദ്ദേഹം പറഞ്ഞത് സഭ്യതയ്ക്ക് ചേരാത്ത തരത്തിലേക്കുള്ള സംഭാഷണങ്ങൾ, അത് പൊതുമധ്യത്തിലേക്ക് വരുന്നു, വന്ന വഴിയെല്ലാം മാറ്റിവെക്കുക. ഇത് പൊതുപ്രവർത്തകർക്ക് നൽകുന്ന ഒരു ജാഗ്രതയ്ക്ക് വേണ്ടി ഒരു സന്ദേശം എന്താണ്, ഏത് രീതിയിലാണ് നൽകുന്നത്? പ്രതീക്ഷ, ഇത് പൊതുപ്രവർത്തകർക്ക് മൊത്തത്തിൽ ചീത്തപ്പേരുണ്ടാകുന്ന ഒരു സംഭവം തന്നെയാണ്. ഇത് ആവർത്തിക്കാൻ പാടില്ല. ഇത്തരത്തിൽ പൊതുപ്രവർത്തകരെ തെരഞ്ഞു പിടിച്ച് ഇല്ലാത്ത കാര്യങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ ഇത് ധാർമ്മികതയുടെ പേരിൽ രാജിവെച്ചു ഒക്കെ ശരി തന്നെ. ഇങ്ങനെ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് ഒരു ഘട്ടത്തിൽ മാത്രം ഇത് ധാർമ്മികതയുടെ പ്രശ്നം, ഒരു ഘട്ടത്തിൽ വരുമ്പോൾ അത് പ്രതിപക്ഷത്തിൻ്റെ ചുമതലയും ആകുന്നതാണ് പ്രശ്നം. രാഷ്ട്രീയക്കാർ പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് അവർക്ക് അതിനകത്ത് എപ്പോഴും അറിഞ്ഞോ അറിയാതെ രാഷ്ട്രീയം കലർത്തുന്നു എന്നുള്ളത് വസ്തുതയാണ്. അതാണ് ഈ പത്രപ്രവർത്തകർ അല്ലെങ്കിൽ ഈ മീഡിയക്കാർ അല്ലെങ്കിൽ ഇത്തരത്തിൽ സ്ട്രിംഗ് ഓപ്പറേഷൻ നടത്തുന്നവർ മുതലെടുക്കുന്നത്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണല്ലോ ഞാൻ മുമ്പ് പറഞ്ഞ UDF-ന്റെ കാലത്തുണ്ടായിരുന്നു.
പറഞ്ഞതുപോലെ ആ മുതലെടുപ്പിലേക്ക് രാഷ്ട്രീയക്കാർ ഒരു പക്ഷേ ഭയപ്പെട്ട് നിൽക്കേണ്ട സാഹചര്യം. കാരണം ഇവിടെ ഒരു യുവതി അല്ലെങ്കിൽ മുന്നോട്ട് വന്ന് ഇതിന്റെ സാഹചര്യങ്ങൾ പറയുകയാണ്, തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്തു, ഒരുപക്ഷെ അധികാര ദുർവിനിയോഗം നടത്തി, അധികാരം ഉപയോഗിച്ച്, അതൊന്നുമല്ലാതെ കിടപ്പറയിലേക്ക് ഒരു പക്ഷേ നാളെ സ്വകാര്യമായി ഒരു പക്ഷേ ചെയ്യാവുന്ന മനുഷ്യന്റെ കാര്യങ്ങളാണല്ലോ, സ്വകാര്യമായി ചെയ്യുന്ന കാര്യങ്ങളെ പോലും ഒളിക്യാമറയുടെ പകർത്തി പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് വെക്കുകയാണെങ്കിൽ ആ ഉയർത്തുന്ന ഒരു സംസ്കാരം, മാധ്യമ സംസ്കാരം, അത് വേറിട്ട സംസ്കാരമാണ് എന്ന് വാദിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വാദിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ ഒരു 1-2 മാസത്തിന് മുമ്പല്ലേ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു സ്ട്രിംഗ് ഓപ്പറേഷൻ IAS സംബന്ധിച്ച് കണ്ടത്. പ്രതീക്ഷം കണ്ടു കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇവിടുത്തെ പഴയ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ സംബന്ധിച്ചുള്ള ഒരു ഹണി ട്രാപ്പ്, ഒന്നിലധികം പേരെ സംബന്ധിച്ച്, ഒന്നിലധികം IAS ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഹണി ട്രാപ്പിൻ്റെ ഓഡിയോ ക്ലിപ്പിംഗ്സ് നമ്മളെല്ലാ സോഷ്യൽ മീഡിയയിലും കേട്ടതാണ്. വളരെ കൃത്യമായി, ഇതുപോലൊന്നുമല്ല, വളരെ ക്ലാരിറ്റിയോടെ തന്നെ കേട്ടതാണ്. അതിന് അവരുടെ പ്ലാനിങ്ങും എല്ലാം കൃത്യമായി കേട്ടതാണ്. അപ്പോൾ ഇത് അധികാരമുള്ള സ്ഥലങ്ങളിലെല്ലാം ഇത്തരത്തിൽ ഇടപെടലുകൾ വന്നിരിക്കുന്നു. അത് വളരെ ഗൗരവത്തോടെ കാണേണ്ടതാണ്. അതിനകത്ത് രാഷ്ട്രീയമായാലും മറ്റു കാര്യങ്ങളായാലും മാറ്റിവെച്ചുകൊണ്ട് ഇത്തരത്തിൽ കടന്നു കയറുന്നതിൻ്റെ പിന്നിലെ ലക്ഷ്യം ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യമാണ്. ചിലരെ ബ്ലാക്ക് മെയിൽ ചെയ്യാനാവാം, ചിലർക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നടത്താനാവാം, ചിലർക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങളാകാം. പക്ഷേ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ജാഗ്രത പുലർത്തേണ്ടത് പൊതുപ്രവർത്തകരും. ഇവിടെ താങ്കൾ കാണുന്ന ഒരു ട്രാപ്പ് ഒരു പൊളിറ്റിക്കലി ഒരു ഇന്റൻഷന് വേണ്ടിയും ആണോ ഉണ്ടാകുന്നത്? എന്തൊരു സംശയങ്ങൾ താങ്കൾക്ക് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? കാരണം ഒരു മാധ്യമ സ്ഥാപനം നടത്തിയ ഒരു ട്രാപ്പിലേക്ക് അദ്ദേഹം വീണു എന്ന തലത്തിലേക്ക് വരുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഒരു പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ വേണ്ടി ആരോ ഒരു ഇടപെടൽ എന്നൊക്കെ ആ അർത്ഥത്തിൽ താങ്കൾ എങ്ങനെയാണ്? അതെന്തോ ആയിക്കോട്ടെ, അങ്ങനെ ഉണ്ടായേക്കാം, ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന എന്തായാലും പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് അങ്ങനെ ഉണ്ടാകുന്നില്ല എന്ന് ഞാൻ ഉറപ്പുണ്ട്. വളരെ അസന്ദിഗ്ധമായി പറയാൻ കഴിയും. കാരണം ഇപ്പോൾ ഉഴവൂർ വിജയൻ തന്നെ ഇന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട്. അപ്പോൾ അദ്ദേഹം പറയാൻ ബാധ്യസ്ഥനാണ്. ഇതാരാണ് ഇതിന്റെ പിന്നിൽ? മുഖ്യമന്ത്രിയാണോ, CPM ആണോ, അതോ തൻ്റെ പാർട്ടിയിൽ തന്നെയാണോ എന്ന് അദ്ദേഹം സ്വാഭാവികമായിട്ടും പറയേണ്ടതല്ലേ? എന്തുകൊണ്ട് അദ്ദേഹം പറയുന്നില്ല? ഇത്രയും വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയം. അദ്ദേഹത്തിന് 2 MLA-മാരുണ്ട്, അതിലൊരാൾ മന്ത്രിയായിരുന്നു. മന്ത്രി രാജിവെക്കേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തി. ഇതിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന് അയാൾക്ക് ബോധ്യമുണ്ടെങ്കിൽ അദ്ദേഹം എന്തുകൊണ്ടത് പറയുന്നില്ല? എല്ലാ കാര്യത്തിലും വാചാലമായി സംസാരിക്കുന്ന, സൂര്യന് താഴെയുള്ള എല്ലാ കാര്യത്തെ സംബന്ധിച്ചും വളരെ വാചാലമായി, വളരെ ഹാസ്യാത്മകമായി സംസാരിക്കുന്ന ഒരാളാണ്. എന്തുകൊണ്ട് അദ്ദേഹം പറയുന്നില്ല? ഇവിടെ ഞാൻ അതിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് കിടക്കുന്നില്ല, പക്ഷേ രാഷ്ട്രീയമുണ്ട് ഇതിൻ്റെ പിന്നിൽ. അത് എന്താണ്? മാറി നിൽക്കുന്ന MLA സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ പരാതികൾ വരുന്നുണ്ട്. അദ്ദേഹമാണ് ഇതിൻ്റെ പിന്നിൽ നിന്ന് പറയുന്നവരുണ്ട്. അതല്ല CPM-ന്, ഞാൻ രാഷ്ട്രീയം പറയാമെന്ന് ആരും കരുതരുത്. CPM-ന് ഇപ്പോൾ അദ്ദേഹം ഗോവയിൽ എന്താണ് സംഭവിച്ചതെന്നൊക്കെ പ്രതീക്ഷ ചോദിച്ചു. ഗോവയുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഗോവ ഇലക്ഷൻ പോയതുമായി ബന്ധപ്പെട്ട് മന്ത്രി പറയുന്നുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് നടന്നിരിക്കാം. അപ്പോൾ അവിടെ ഗോവയിൽ ഇപ്പോൾ NCPയുടെ MLA BJP-യോടൊപ്പം ചേർന്നിരിക്കുകയാണ്. ഇവിടെ CPM-നോടൊപ്പമാണ് NCP. അപ്പോൾ ഇതിനെ ഒഴിവാക്കാൻ വേണ്ടി വേറെ ആരെങ്കിലും ശ്രമിച്ചതാണോ? അപ്പോൾ ഇത്തരത്തിൽ ഗൂഢാലോചനകൾ ഉണ്ട് എന്ന് ഉഴവൂർ വിജയം പറയുമ്പോൾ അത് ആര് എന്ന് പറയുവാൻ കൂടി അദ്ദേഹത്തിന് ബാധ്യതയുണ്ട്. ഒന്ന്. 2, ഇതിനകത്ത് ധാർമ്മികതയെ സംബന്ധിച്ച്, ഈ ധാർമ്മികത ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, ഈ ധാർമ്മികതയെ സംബന്ധിച്ച് അത് ഇടതുപക്ഷമെന്നോ വലതുപക്ഷമെന്നോ ഇല്ലാതെ, ഉദ്യോഗസ്ഥരെന്നില്ലാതെ താഴെ പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് അവർ പുലർത്തേണ്ട ചില ധാർമ്മികതകളുണ്ട്. അത് പുലർത്തിയേ മതിയാവും. അത് ഇങ്ങനെ പുറത്തു വന്നതുകൊണ്ട് മാത്രം അദ്ദേഹം മാത്രം കുറ്റക്കാരനും ബാക്കിയുള്ളവരെല്ലാം മര്യാദക്കാരുമാണ് എന്നൊരു കൺസെപ്റ്റ് ഇത്തരം ഒരു പ്രവർത്തകരിലേക്ക് വഴി അല്ലെങ്കിൽ ഒരു സ്വയം വിമർശനം കൂടി ഏൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് വിമർശനം കൂടി ഞാൻ പറഞ്ഞത് പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളിലേക്ക് സ്വയം വിമർശനത്തിന്റെ ഭാഗമല്ല. പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളിലേക്ക്, പ്രത്യേകിച്ച് പൊതുപ്രവർത്തകർ, ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇത്തരം കാര്യങ്ങളിലേക്ക് പോകാതിരിക്കേണ്ടത് അവരവരുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ശ്രീ AK ശശീന്ദ്രൻ മാത്രമാണ്, അല്ലെങ്കിൽ ശ്രീ ബിജു പറഞ്ഞതുപോലെ ആരോപണങ്ങളുടെ പേരിൽ ചില UDF MLA-മാർ, മുൻകാലങ്ങളിലുണ്ടായിരുന്ന UDF MLA-മാരെ കുറിച്ചോ അല്ല അതിനുമുമ്പ് ഉണ്ടായിരുന്ന തെറ്റലിനെ കുറിച്ചോ അല്ലെങ്കിൽ ഗണേഷ് കുമാറിനെ കുറിച്ചോ ഒന്നും മാത്രമല്ല. അത് ഒരാളെ സംബന്ധിച്ച് പുറത്തു വരുമ്പോൾ മാത്രം അവൻ കുഴപ്പക്കാരനാണെന്ന് എല്ലാവരോട് ചേർന്ന് കല്ലെറിയുകയും ബാക്കിയുള്ളവരും മര്യാദക്കാരാണെന്ന് പറയുകയും, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതെല്ലാം ചെയ്യുന്നവരുമാണ് ബഹുഭൂരിപക്ഷം പേരും എന്നുള്ള കാര്യം കൂടി ബോധ്യപ്പെട്ടുകൊണ്ട് ഇതിനകത്തൊരു പുനർവിചിന്തനത്തിന് പൊതുസമൂഹം തയ്യാറായാൽ മാത്രമേ ഇത് പരിഹരിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒറ്റക്കെട്ടായി ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകാതെ പരിഹരിക്കുവാൻ ഓരോരുത്തരും ശ്രമിച്ചാൽ മാത്രമേ ഇതിന് പരിഹാരമാകൂ. അഡ്വക്കേറ്റ് രാജേന്ദ്രൻ, ഇവിടെ ഈ സർക്കാർ ഇന്നെടുത്ത നിലപാട്, സർക്കാരിന്റെ ഭാഗമായ മന്ത്രി രാജിവെച്ച് പുറത്തേക്ക് പോകുന്നു, ഇനി അന്വേഷണം പിന്നീട് അല്ലെങ്കിൽ വരാൻ പോകുന്നതേ ഉള്ളൂ, ആ തലത്തിലേക്കൊക്കെ പോകുന്നു. എങ്ങനെയാണ് താങ്കൾ ഈ വശത്തെ കാണുന്നത്? മാത്രമല്ല പ്രതിപക്ഷത്തിന്റെ പ്രതികരണങ്ങൾ കൂടി ഒപ്പമൊക്കെ വരുന്നുണ്ട്. അതിനുശേഷം രാജിക്ക് ശേഷം പക്ഷേ അത്ര വലിയ പ്രതികരണങ്ങൾ വരുന്നില്ല. കാരണം നിശിതമായ മറുപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും പിണറായി മുഖ്യമന്ത്രി അടക്കം നൽകുകയും ചെയ്തിട്ടുണ്ട്. സാഹചര്യങ്ങൾ എങ്ങനെയാണ് കാണുന്നത് ശ്രീ രാജേന്ദ്രൻ? മന്ത്രിയുടെ രാജിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ശ്രീ ജ്യോതികുമാർ ഉയർത്തിയ അത്യന്തം അപകടകരമായ ഒരു വാദത്തെക്കുറിച്ച് പരാമർശിക്കാതെ പോകാൻ കഴിയില്ല. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, രാഷ്ട്രീയ നേതാവ് അതീവ ഗുരുതരമായ ക്രിമിനൽ കുറ്റത്തിൽ പ്രതിയാക്കപ്പെട്ടാൽ, അത് കൂട്ടബലാത്സംഗമാകട്ടെ, പിടിച്ചുപറിയാകട്ടെ, അക്രമമാകട്ടെ, തട്ടിപ്പാകട്ടെ, അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ
അത് നിരപരാധിയാണെന്ന് എന്ന് പറയുന്ന വാദം അത്യന്തം അപകടകരമാണ്. തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീമതി ജയലളിത എതിരാളികൾക്ക് കെട്ടിവെച്ച കാശ് മുഴുവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ജയിച്ചത്. പക്ഷേ അഴിമതിയുടെ കാര്യത്തിൽ ശിക്ഷിക്കപ്പെടേണ്ടി വന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വാദം അപകടകരമാണ്. അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഇന്ന് ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ജീർണതയുടെ ഭാഗമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, മന്ത്രി ശ്രീ AK ശശീന്ദ്രന്റെ രാജിയിൽ ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. കാരണം 2015 മാർച്ച് മാസം 5-ാം തീയതി സോളാർ കമ്മീഷൻ മുമ്പാകെ 24-ാം സാക്ഷിയായി ശ്രീമാൻ ശശീന്ദ്രൻ വിസ്തരിക്കപ്പെട്ടു. അന്ന് അദ്ദേഹത്തിന്റെ മൊഴിയുടെ അവസാനത്തെ ഭാഗം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, ഒരു പൊതുപ്രവർത്തകൻ ഭരണഘടനാപരമായ സ്ഥാനം വഹിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഒരാരോപണം ഉയർന്നു വന്നാൽ ആ ആരോപണം സത്യസന്ധമായി അന്വേഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹം തൽസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം. അല്ലെങ്കിൽ അത് ജനങ്ങളുടെ മനസ്സിൽ സംശയം ഉണ്ടാക്കും എന്ന് ശ്രീ ശശീന്ദ്രൻ അന്ന് കമ്മീഷന് മുമ്പാകെ നൽകിയ മൊഴി അക്ഷരാർത്ഥത്തിങ്കൽ വാക്കും പ്രവൃത്തിയും ഒരുപോലെ എന്ന് ഇന്ന് നമ്മുടെ പല രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഇല്ലാത്ത ആ കാര്യം അദ്ദേഹം തെളിയിച്ചു തന്നിരിക്കുകയാണ്. പിന്നെ ഇവിടെ രാജിയുമായി ബന്ധപ്പെട്ട പ്രശ്നം, അവിടെ നമുക്ക് മാധ്യമ ധാർമ്മികത കാണാൻ കഴിയും, രാഷ്ട്രീയ ധാർമ്മികത കാണാൻ കഴിയും, നൈതികതയുടെ പ്രശ്നം കാണാൻ കഴിയും. ഇവിടെ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. ആരോപണം ഉന്നയിക്കുക എളുപ്പമാണ്, പക്ഷെ അത് തെളിയിക്കുക വളരെ ദുഷ്കരമാണ്. സോളാറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 3.5 വർഷക്കാലം ഉയർത്തിവെച്ച ആരോപണങ്ങൾ, അതിന്റെ ശരി തെറ്റ് എന്ത് എന്ന് ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. പക്ഷെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയെ 53 മണിക്കൂർ നേരം വിസ്തരിച്ചപ്പോൾ അത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെയോ ഭഗവത്ഗീതയെയോ ബൈബിളിനെ കുറിച്ചുള്ള ചോദ്യങ്ങളായിരുന്നില്ല എന്നത് ഓർത്തുകൊള്ളണം. തീർച്ചയായും അതില് ഞങ്ങളടക്കം നടത്തുന്ന പ്രവർത്തനം അതെങ്ങനെയായിരിക്കും എന്നുള്ളത് അതിന്റെ റിപ്പോർട്ട് വരട്ടെ. പക്ഷെ ഇവിടെ പ്രശ്നം എന്താ? ഇവിടെ ഉയർത്തിയ പ്രശ്നം കേരളത്തിന്റെ രാഷ്ട്രീയ ധാർമ്മികത. അത് ഇന്ത്യയിലെ രാഷ്ട്രീയ ധാർമ്മികതയിൽ നിന്നും വ്യത്യസ്തമാണ്. 1964 ഒരു ട്രെയിൻ ദുരന്തം ഉണ്ടായപ്പോൾ ശ്രീ ലാൽ ബഹദൂർ ശാസ്ത്രി രാജിവെച്ചു. പക്ഷെ അതിനുശേഷം ഇന്ത്യയിലെ ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസിന്റെയും BJPയുടെ അവസ്ഥ എന്തെന്ന് നമുക്കറിയാം. പക്ഷെ അതല്ല കേരളത്തിന്റെ രാഷ്ട്രീയ ധാർമ്മികത. ഒരു പ്രസംഗത്തിന്റെ പേരിൽ ഒരു മന്ത്രി ഇവിടെ രാജിവെച്ചു. ഹൈക്കോടതിയിൽ നൽകിയ ഒരു സത്യാമൂലത്തിന്റെ പിശക് മൂലം ഒരു മന്ത്രി ഇവിടെ രാജിവെച്ചു. ഇവിടെ ശ്രീ രാജേന്ദ്രൻ മടങ്ങിയെത്ത ശ്രീ പി ബിജു ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇനി ജാഗ്രതയോടുകൂടിയുള്ള മുന്നോട്ട് പോകാണെങ്കിലും ഈ സർക്കാർ ഇന്ന് വേണമെങ്കിൽ സർക്കാരിന് ഇത് വരട്ടെ, അന്വേഷണം വരട്ടെ എന്നൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മടക്കി വെക്കാമായിരുന്നു, അല്ലെങ്കിൽ സാവകാശം തേടാമായിരുന്നു. അതിലേക്ക് വരുമ്പോഴാണ് ഇതിലൊരു ഗൂഢാലോചന ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കാൻ സർക്കാർ ബാധ്യസ്ഥമല്ലേ? ഒരു ചാനലാണ് വരുന്നതെങ്കിലും ഈ നാളെയും ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ഒളിക്യാമറയിലേക്കോ വളരെ ദുഷ്പ്രവണത ഉളവാക്കുന്ന തരത്തിലേക്കോ ഒക്കെ തന്നെ പോയേക്കാം ഒളിക്യാമറകൾ. എന്തു തന്നെ ആയിക്കോട്ടെ, ഈ രീതിയിലാണെങ്കിൽ ഇതിലൊരു പിന്നിലൊരു ഗൂഢാലോചന ഉണ്ട് എന്ന് പുറം ലോകത്ത്, കാരണം ശശീന്ദ്രൻ ആവശ്യപ്പെട്ടുള്ളത് ഒരു അന്വേഷണം വ്യക്തമായി അദ്ദേഹം ഇന്ന് നിഷേധിക്കുമ്പോൾ അതിൻ്റെ ഒരു അന്വേഷണം, അത് വ്യക്തത വരുത്തേണ്ട ബാധ്യത അദ്ദേഹത്തിനുണ്ട്. അത്തരത്തിൽ സർക്കാരിൻ്റെ നിലപാട് എങ്ങനെയാണ് ഇക്കാര്യത്തിൽ, ഈ വിഷയത്തിൽ? ഒന്നാമത്തെ പ്രശ്നം, ഇന്നിപ്പോൾ വന്ന വാർത്ത മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളൊരു ഇഷ്യൂ. ആ വാർത്തയിൽ പറയുന്നത് ഇങ്ങനെയാണ്, അവിടെ നിവേദനം നൽകാൻ തന്ന സ്ത്രീയുമായിട്ടാണ് ഈ സംഭാഷണം എന്നുള്ള രൂപത്തിലാണ് വാർത്ത വന്നിരിക്കുന്നത്. അതിനെ സംബന്ധിച്ചാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതായിട്ടുള്ളത്. രണ്ടാമത്തെ പ്രശ്നം, ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയിൽ എങ്ങനെയാണ് മനുഷ്യൻ ചിന്തിക്കുന്നതെന്ന് കാരശ്ശേരി മാഷ് വളരെ നല്ല നിലയിൽ പറഞ്ഞു കഴിഞ്ഞു. അതാണ് മനുഷ്യൻ ചിന്തിക്കുന്ന കാര്യം. രണ്ടാമത്തെ കാര്യം, UDF ഇത് ബന്ധപ്പെട്ട് ഞാൻ പറയാൻ കാരണം, UDF ഇതുമായി ബന്ധപ്പെട്ട് ഈ രൂപത്തിലുള്ള ഇഷ്യൂസ് അല്ല UDF സമയത്തൊന്നും ഉയർന്നു വന്നത്. കാരണം ഇതിപ്പോൾ പറയുന്ന ഒരു ഫോൺ വിളിച്ചു, അത് കഴിഞ്ഞ് സ്ട്രിങ് ഓപ്പറേഷൻ ആണോ, ഫാബ്രിക്കേറ്റഡ് ആണോ, ഈ കാര്യങ്ങളെല്ലാം പുറത്ത് വരേണ്ട കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ധാർമ്മികത വെച്ച് അദ്ദേഹം രാജിവെച്ചു. സ്വാഭാവികമായിട്ട് മന്ത്രിയായിട്ടിരിക്കുന്നതിൽ അന്വേഷണം നടക്കട്ടെ, അന്വേഷണം നടന്നതിന് ശേഷം മറ്റു കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് അദ്ദേഹം നിലപാട് നല്ല നിലയിലുള്ള തീരുമാനമാണ്. UDF അത് എടുത്തില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പം CMൻ്റെ ഓഫീസ്, ഇതൊക്കെ അധികാര ദുർവിനിയോഗത്തിൻ്റെ, ഇവിടെ അധികാര ദുർവിനിയോഗം പറയുന്നില്ല, ആ കാര്യങ്ങൾ ഉണ്ടോ എന്ന് ഇനി വരേണ്ടതാണ്. മറ്റെന്താ, മുഖ്യമന്ത്രിയുടെ ഓഫീസ് കെട്ടിപ്പിടുത്തോ ഉമ്മവപ്പും സെക്രട്ടറിനകത്ത് വന്ന വാർത്തയല്ലേ? നിഷേധിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ല. CMൻ്റെ ഓഫീസ്, ഉമ്മൻചാണ്ടിയുടെ ഓഫീസിൽ ചെയ്തിട്ടില്ല, നിഷേധിക്കട്ടെ. അടൂർ പ്രകാശ്, ക്ലിഫ് ഹൗസിൽ മുട്ടുതടവൽ ആരോപണം വന്നതാണ്. ഇതുപോലെ സ്ട്രിങ് അല്ല,
ഒരു വിക്ടിം വന്നിരുന്ന് ആരോപണം പറഞ്ഞ ആൾ തന്നെ പറഞ്ഞു, ഞാൻ എന്റെ കയ്യിൽ പറഞ്ഞോട്ടെ തെളിവുണ്ടെന്ന്. ഞാൻ ആ പറഞ്ഞോട്ടെ തെളിവ് ഇന്നുവരെ ഹാജരാക്കിയില്ലല്ലോ. ഞാൻ പറഞ്ഞു. ആരോപണം പറഞ്ഞയാൾ അന്ന് തന്നെ പറഞ്ഞു നമ്മുടെ എന്റെ കയ്യിൽ ഇതിന്റെ നാട്ടിൽ CD ഉണ്ട്, എന്റെ കയ്യിൽ ഇതിന്റെ തെളിവുണ്ട്. ഇനി നമ്മുടെ നാട്ടിൽ ആരോപണം പറഞ്ഞയാളുടെ ഭർത്താവ് ആരാണ്? സ്വന്തം ഭാര്യയെ കൊന്നയാൾ. 5 വർഷം ബാങ്ക് ബാറുകാരെ കൈക്കൂലിയും വാങ്ങിച്ച് ഇതുപോലെ സ്ത്രീകളെ വിളിച്ച് നിങ്ങൾ 12 മാസം ആയല്ലോ വന്നിട്ട്, ഇപ്പൊ 1 വർഷം ആയല്ലോ. നിങ്ങൾ എന്തുകൊണ്ടാണ് കേസ് അന്വേഷിപ്പിക്കാൻ തെളിയിക്കാഞ്ഞത്? ഇവിടെ ഇത് ജുഡീഷ്യൽ കമ്മീഷന്റെ പരിധി വരുന്ന വേണ്ട, നിങ്ങൾ ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കാൻ. കെ എം മാണിയെ സംബന്ധിച്ച് നിങ്ങൾ കുറ്റം പറഞ്ഞല്ലോ, ഇപ്പൊ എന്തായി? നടപടി സ്വീകരിക്കണ്ടേ? ഇവിടെ ഒരു മന്ത്രി ബാറുകാരുന്ന കൈക്കൂലി വാങ്ങി എന്നിട്ട് എന്തായി? കോടതി പറഞ്ഞ് തെളിയിച്ചോ? കേസെടുക്കണമെന്ന് ആ രാജിക്കത്ത് 2 ദിവസം പോക്കറ്റ് ഇട്ടുകൊണ്ട് നടന്നത്. ഞാൻ പറഞ്ഞു അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനം LDF ഇതിപ്പോൾ മാത്രമല്ല, ഇതിനു മുമ്പും LDF ഭരിക്കുന്ന ഘട്ടങ്ങളിലെല്ലാം ഇത്തരങ്ങൾ ആക്ഷേപങ്ങൾ വരുമ്പോൾ, ആർക്കെങ്കിലും ഒരു ആക്ഷേപം വരുമ്പോൾ അവർ മാറിയുന്ന അതൊരു എന്താ പറയുന്ന അന്വേഷണത്തെ തടസ്സപ്പെടുത്തരുത്. ആ രൂപത്തിലൊരു ധാർമ്മിക മൂല്യം LDF പിന്തുടരുന്നുണ്ട്. UDF നിന്ന് അത് വരുന്നില്ല. ഇത് ഞാൻ പറയുന്ന ഊഹാപോഹങ്ങളല്ല. ഊഹാപോഹങ്ങൾ എത്രയൊക്കെ ഉണ്ട്. ട്രെയിൻ യാത്രയെക്കുറിച്ച് ഊഹാപോഹം വന്നിട്ടില്ലേ? അത് വാർത്ത വന്നു. ഇതങ്ങനെയല്ല. പരസ്യമായ ഒരു സ്ത്രീ വന്നിരുന്ന് പത്രസമ്മേളനം നടത്തി ജനങ്ങളുടെ മുമ്പാകെ പറയുകയാണ്. അതിൻ്റെ തെളിവുകൾ മാധ്യമങ്ങളിൽ വരികയാണ്. 100ഉം 200ഉം 300ഉം ഫോൺ കോളുകളുടെ ഡീറ്റെയിൽസ് തെളിവായി മാധ്യമങ്ങളുടെ മുമ്പിൽ വരികയാണ്. അങ്ങോട്ട് വിളിച്ചതിൻ്റെ കോൾ, ഇങ്ങോട്ട് വിളിച്ചതല്ല. മന്ത്രി ഓഫീസിൽ ഇന്ന കാര്യത്തിന് പോയി, ഇന്ന ബിസിനസ് ആവശ്യത്തിന് പോയി, വൈദ്യുതി മന്ത്രിയുടെ വീട്ടിൽ ഇന്ന ആവശ്യത്തിന് പോയി, PS ഇങ്ങനെ പെരുമാറി, മന്ത്രി ഇങ്ങനെ പെരുമാറി. ഇത് വിശദാംശങ്ങളോടുകൂടി ഒരു വിക്ടിം, ഒരു സ്ത്രീ, സ്ത്രീകളോട് ഞാൻ ഒരു ബിസിനസ്, ഒരു സംരംഭം ആരംഭിക്കാൻ വേണ്ടി ഞാൻ കേരളത്തിൽ വന്നപ്പോൾ എനിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്ന മന്ത്രിമാരിൽ നിന്നും മറ്റാൾക്കാരിൽ നിന്നും അഭിമുഖീകരിക്കേണ്ടി വന്ന പ്രശ്നം ഇതാണ്. എന്നെ മസ്കറ്റ് കോർട്ട് ഹോട്ടലിൽ വിളിച്ചു വരുത്തി. ഈ തെറ്റാണെങ്കിൽ ഇതൊക്കെ FIR ഇട്ട് കേസെടുക്കേണ്ടത്. ഇതൊന്നും അന്വേഷണ കമ്മീഷൻ, ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ നടത്തി കാര്യങ്ങൾ ചെയ്യേണ്ടല്ല. FIR ഇട്ട് കേസെടുത്ത് ജയിലിലടക്കേണ്ടതാണ്. ഇതൊന്നും ഊഹാപോഹത്തിന്റെ അടിസ്ഥാനത്തിലല്ല. അവിടെ എന്തെങ്കിലും ഒരു ധാർമ്മികത കാണിച്ചു. തീർച്ചയായും. അങ്ങനെയെങ്കിൽ ഞാൻ ഇടവേളയ്ക്ക് ശേഷം മറുപടി ഇടവേളയ്ക്ക് ശേഷം. അതായത് അങ്ങനെയെങ്കിൽ ഈ ധാർമ്മികതയെ കൂടി താങ്കൾ അംഗീകരിക്കേണ്ടതാണ് ഇന്നെടുത്ത നിലപാട്. ശ്രീ ജ്യോതികുമാർ, ആ ധാർമ്മികതയുടെ ആ നിലപാടിനുള്ള മറുപടി. അതിനുമുമ്പ് അഡ്വക്കേറ്റ് B. രാജേന്ദ്രൻ പറഞ്ഞതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, ഇപ്പം ഞാനെന്തോ അരുതാത്തത് പറഞ്ഞു എന്നാണ്. ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞത്, ഒന്ന്, ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷൻ്റെ പരിഗണനയിലാണ് ആ വിഷയം. അതിനെ സംബന്ധിച്ച് നിയമപരമായ നടപടികൾ സ്വീകരിക്കേണ്ടത് അദ്ദേഹമാണ്. അത് വരുന്ന മുറയ്ക്ക് തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട അംഗീകരിച്ചേ പറ്റൂ. അതിനൊന്നും ഞങ്ങൾക്ക് ആർക്കും തർക്കമൊന്നുമില്ല. പക്ഷേ പൊതുസമൂഹം അത് വിശ്വസിക്കുന്നില്ല. ഇത് ഫാബ്രിക്കേറ്റഡ് ആണെന്ന് തെളിവുകളാണ് ഈ പറഞ്ഞിരിക്കുന്ന ആളുകൾ, നിങ്ങൾ ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകളെല്ലാം വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും പൊതുസമൂഹം അവരെ തെരഞ്ഞെടുക്കുകയും ചെയ്തത്. ഇത് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് നിയമത്തെ അംഗീകരിക്കുന്നില്ലെന്നൊന്നും അല്ല പറഞ്ഞത്. കൃത്യമായി ആ ജസ്റ്റിസ് കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ ബേസിൽ എന്ത് നടപടി സ്വീകരിച്ചാലും എടുക്കും. മറ്റൊന്ന്, ബിജു പറഞ്ഞത് ഇവിടെ കഴിഞ്ഞ സർക്കാർ, ഞാൻ അതിലേക്കൊന്നും കടക്കണ്ട എന്ന് കരുതിയതാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു. ഞാൻ ഒന്നേ പറയുന്നുള്ളൂ. ഇപ്പോൾ 11 മാസമായി. FIR ഇട്ട് ജയിലടയ്ക്കണമായിരുന്നു. ബിജു വേറെ ഇവിടെ നിന്ന് പറയണ്ട, നേരെ AK സെൻറ്ററിലോട്ട് ചെന്ന് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഓഫീസിലോട്ട് ചെന്ന് ബിജു അങ്ങ് പറഞ്ഞാൽ മതി, മുഞ്ഞാണ്ടി ഉൾപ്പെടെ പിടിച്ചങ്ങ് ജയിലിട്ടേക്കാൻ. എന്താ കഴിയത്തില്ലായിരുന്നു? 11 മാസമായില്ലേ? എന്തുകൊണ്ട് നടക്കുന്നില്ല? അപ്പോൾ അതല്ല, അവിടെ രാഷ്ട്രീയ ഇത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നവും. നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തതെല്ലാം പിന്നെ പൊതുജനത്തിനും ഇഷ്ടപ്പെടാതെ വരണം എന്നൊക്കെയുള്ള വാശിയാണ് അവിടുത്തെ പ്രശ്നം. അവിടത്തെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നവരാണ്. ഒന്ന് ബിജു രാധാകൃഷ്ണൻ ആരാണ്? ബിജു രാധാകൃഷ്ണൻ സ്വന്തം ഭാര്യയെ കൊന്ന്, സ്വന്തം കുട്ടിയുടെ മുന്നിൽ വെച്ച് സ്വന്തം ഭാര്യയെ കൊന്ന് വേറെ സ്ത്രീയുമായി പോയ ആൾ. അദ്ദേഹം പറയുന്ന വാദഗതികളാണ് ശരി എന്ന് CPM പറയുന്നു. ഇനി അതിനകത്ത് കക്ഷിയായിട്ടിരുന്നവരാണ്, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ശ്രീ ഗണേഷ് കുമാർ. ആ ഗണേഷ് കുമാർ ഇപ്പോൾ എവിടെയാണെന്ന് ഞാൻ വീണ്ടും ചോദിച്ചു. അതിനെക്കുറിച്ച് എന്താ പറയുന്നത്? അല്ല, വാദമുഖമല്ല, അത് ന്യായമാണ്. അത് ആർക്കെതിരെ കേസുള്ളത്? നിങ്ങൾ എന്തൊരു കേസെടുത്തില്ല 11 മാസമായിട്ട്. അപ്പോൾ അവിടെ അതല്ല വിഷയം. നിങ്ങൾക്ക് അതിനകത്ത് രാഷ്ട്രീയം മാത്രമാണ് നിങ്ങൾ അതിനകത്ത് കാണുന്നത്. ഇത് തന്നെയാണ് ഇവിടുത്തെ വീഴ്ചയും. ഇവിടെ വളരെ വ്യക്തമായി പറയുന്നു, ഈ മന്ത്രിയെ സംബന്ധിച്ച് മന്ത്രി ധാർമ്മികതയുടെ മേളിൽ രാജിവെച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം മന്ത്രി അങ്ങനെ ആയിരുന്നെങ്കിൽ മന്ത്രി പറയണമായിരുന്നു, ഇത് എൻ്റെ സൗണ്ട് അല്ല. എന്തുകൊണ്ട് പറയുന്നില്ല? ആവർത്തിച്ച് ചോദിച്ചു, അങ്ങയുടെ സൗണ്ട് അല്ല, അങ്ങനെ സംസാരിച്ചായിട്ട് ഓർമ്മയുണ്ടോ? എനിക്ക് അങ്ങനെ സംസാരിച്ചതായിട്ട് ഇപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല. എന്ന് വെച്ചാൽ സ്ഥിരമായി ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ എൻ്റെ അർത്ഥം? അങ്ങനെ വ്യാഖ്യാനിച്ചൂടെ? എനിക്ക് അങ്ങനെ സംസാരിച്ചതായി ഓർമ്മ കിട്ടുന്നില്ല. ഈ പറഞ്ഞതുപോലെ ഞാൻ ഗോവയിൽ പോയിരുന്നോ? ഞാൻ വരട്ടെ. അപ്പോൾ അത് പറഞ്ഞു വരുമ്പോൾ ധാർമ്മികതയെക്കുറിച്ച് പറയുമ്പോൾ ധാർമ്മികത കൊണ്ടല്ല, ഇത് ഇവിടം കൊണ്ട് അവസാനിപ്പിച്ചില്ലെങ്കിൽ മന്ത്രിക്ക് കൂടുതൽ ചീത്തപ്പേരുണ്ടാകുമെന്ന് അദ്ദേഹത്തിന് വ്യക്തമായ ബോധ്യമുള്ളത് കൊണ്ടാണ് അദ്ദേഹം അവിടെ വെച്ച് അവസാനിപ്പിക്കാൻ തയ്യാറായത്. അതുകൊണ്ട് ആരും നല്ല പിള്ളേ വേണ്ട. ഇതിനകത്ത് അവരവരുടെ ഈ ചാനലിൽ നിന്ന് കൊടുത്ത വാർത്തയ്ക്ക് ഇനി വളരെ ചുരുക്കി താങ്കൾ മറുപടി, അതായത് കുറച്ചുകൂടെ വ്യക്തത വരുത്തേണ്ടതല്ലേ ഇക്കാര്യം? കാരണം പല സംശയങ്ങളും താങ്കൾ ഈ ചാനലിൻ്റെ ആ ദൗത്യത്തെ അംഗീകരിക്കുന്നതിനൊപ്പം പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഈ ചാനലിനെ കുറിച്ച് അല്ലെങ്കിൽ പൊതുവേ ഒരു തെറ്റായ ഒരു വ്യാഖ്യാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് തടയിടുന്ന തരത്തിലേക്ക്, ഖണ്ഡിക്കുന്ന തരത്തിലേക്ക് ചില വ്യക്തതകൾ വരുത്തേണ്ടതല്ലേ? എനിക്ക് 2 കാര്യങ്ങളാണ് പറയാനുള്ളത് പ്രതീക്ഷ. ഏറ്റവും ചുരുക്കി പറയാം. ഒന്ന്, തെഹൽക്ക എന്ന മാഗസിൻ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് തെഹൽക്ക ഈ സ്റ്റിംഗ് ഓപ്പറേഷനുമായിട്ട് രംഗത്ത് വന്നു. അന്ന് MN കാരശ്ശേരി അടക്കം അഴിമതിക്കെതിരായിട്ടാണ് വന്നത്. പിന്നെ പ്രോസിക്യൂട്ട് ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ കുറ്റാരോപിതനായതൊരു BJP സമുന്നതനായ പിന്നെ ദേശീയ പ്രസിഡന്റ്
എല്ലാവരും കൈയടിച്ചു. അതിൻ്റെ കാരണം അതെ ബംഗാരു ലക്ഷ്മൺ അതിന് കാരണം അഴിമതി പുറത്തേക്ക് കൊണ്ടുവന്നു. അതിന് ശരിക്കും സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തുമ്പോഴൊക്കെ ഈ ധാർമ്മിക പ്രശ്നമുണ്ട്. അപ്പോഴും അതിൻ്റെ എൻഡ് റിസൾട്ട് എന്ത്? എൻഡ് റിസൾട്ട് അഴിമതി ആയിരിക്കുന്നു. ആ നിലയ്ക്ക് ഇവിടെ ഒരു എൻഡ് റിസൾട്ട് ഉണ്ട്. പൊതുപ്രവർത്തകൻ ചെയ്യാത്ത കാര്യം ചെയ്തിരിക്കുന്നു, എൻഡ് റിസൾട്ട് ഉണ്ട്. പക്ഷേ ഇത് തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു ചാനൽ ഇനിഷ്യേറ്റ് ചെയ്യുമ്പോൾ തുടങ്ങുന്ന ദിവസം ഇതിൽ നിന്ന് വ്യത്യസ്തമായൊരു കാരണം വരേണ്ടതായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. വൈലോപ്പള്ളിയുടെ കവിതയെ പറയുന്ന മാതിരി മറ്റൊരു വിധത്തിലായിരിക്കണമായിരുന്നു. പക്ഷേ തനിനിറം പത്രവും ഒരു പത്രം തന്നെയാണ്. അങ്ങനെയും കൂടി നാം എടുക്കണം. തനിനിറം പത്രം അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എത്ര നാൾ ജീവിച്ചു? അപ്പോൾ ചില കാര്യങ്ങൾ ചെയ്താൽ പെട്ടെന്ന് മുന്നോട്ട് പോകും, പക്ഷേ അധികം നാൾ തീർച്ചയായും. ശ്രീ ശാസ്ത്രമംഗലം അജിത്ത്, ഇനി നിയമപ്രശ്നം കാരണം ഇവിടെ കൊണ്ട് അവസാനിക്കുമോ അതോ മന്ത്രി പറഞ്ഞതുപോലെ അന്വേഷണത്തിലേക്കൊക്കെ പോകാനുള്ള സാഹചര്യം ഉണ്ടാകുമോ? വളരെ ചുരുക്കി. അല്ല, ഇതിനകത്ത് ഈ സ്ത്രീ പരാതിയുമായിട്ട് രംഗത്ത് വരാത്ത സ്ഥിതിക്കും ഈ സ്ത്രീ ആരാണെന്ന് നമുക്ക് അറിയാത്ത സ്ഥിതിക്കും ഇതിവിടെ വെച്ച് അവസാനിക്കാനാണ്. പക്ഷെ ആരാണെന്ന് അറിയിക്കേണ്ട ഒരു ബാധ്യത കൂടി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മിനിസ്റ്റർ രാജിവെച്ചത് എപ്പോഴേ തന്നെ അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് പോയി. അദ്ദേഹം അഡ്മിറ്റ് ചെയ്യണമായിരുന്നു. ഇത് ചാമക്കാല പറഞ്ഞതുപോലെ അദ്ദേഹം ഇതുവരെ അദ്ദേഹത്തിൻ്റെ ശബ്ദമല്ലാതെ ഡിലേ ചെയ്തിട്ടില്ലല്ലോ. അപ്പം സംശയത്തിൻ്റെതായിട്ടുള്ള സീസറിൻ്റെ ഭാര്യ തീർച്ചയായിട്ടും സംശയത്തിന് മുകളിൽ നിന്നേ പറ്റുള്ളൂ, ഒരു സംശയം വേണ്ട. അപ്പോൾ ആ പറഞ്ഞ ധാർമ്മികത അതാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെയും അത് അപ്ലൈ ചെയ്യും. അപ്പം ഇതിനെ സംബന്ധിച്ച് അദ്ദേഹം വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു നിലപാടെടുക്കാതെ പോയത് ഒരു വീഴ്ച തന്നെയാണ്. യെസ്, വളരെ നന്ദി ശ്രീ ബിജു ജ്യോതികുമാർ ചാമക്കാല, വാസുരേന്ദ്ര ബാബു, അഡ്വക്കേറ്റ് ശാസ്ത്രമംഗലം അജിത്ത്, കാരശ്ശേരി മാഷ്, ഒപ്പം അഡ്വക്കേറ്റ് രാജേന്ദ്രൻ ടെലിഫോണിൽ പ്രതികരിച്ചതിന്. ഈ വിഷയത്തിൽ ശശീന്ദ്രന്റെ രാജി, അതിലെ ധാർമ്മിക വശങ്ങൾ, മാധ്യമങ്ങൾ കൈകാര്യം ചെയ്ത രീതി. KPCCയുടെ താൽക്കാലിക പ്രസിഡന്റായി MM ഹസൻ ചുമതലയേറ്റു. വിഭാഗീയത ഒഴിവാക്കി കോൺഗ്രസ് പാർട്ടിയെ ശക്തിപ്പെടുത്തുമെന്ന് MM ഹസൻ വ്യക്തമാക്കി. അതേസമയം ഗ്രൂപ്പല്ല പാർട്ടിയാണ് വലുതെന്ന് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച സുധീരൻ വ്യക്തമാക്കി.